it was by no means sufficient to investigate who is to emancipate and who is to be emancipated എന്നുള്ളതാണ്. ആരാരെയാണ് വിമോചിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം പോരാ, അത്രയും അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അത് സഫിഷ്യൻ്റ് അല്ല, അത് പര്യാപ്തമല്ല. ക്രിറ്റിസിസം ഹാഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ തേർഡ് പോയിന്റ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ചോദ്യം, അതായത് ആര് ആണ് വിമോചിപ്പിക്കേണ്ടത്, ആരാണ് വിമോചിപ്പിക്കപ്പെടേണ്ടത്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് പുറമെ മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെയാണ് മാർക്സ് എഴുതുന്നത്: ഇറ്റ് ഹാഡ് ടു ഇൻക്വയർ വാട്ട് കൈൻഡ് ഓഫ് ഇമാൻസിപ്പേഷൻ ഈസ് ഇൻ ക്വസ്റ്റ്യൻ. ഈ വിമോചനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ജൂതരാണെങ്കിലും ബ്രോണബോറാണെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന ഈ വിമോചനം എന്ന് പറഞ്ഞ ആ പ്രക്രിയ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്, അല്ലേ? വാട്ട് ഈസ് ഇമാൻസിപ്പേഷൻ എന്നുള്ളതാണ്. അതായത് വാട്ട് കൈൻഡ് ഓഫ് ഇമാൻസിപ്പേഷൻ ഈസ് ഇൻ ക്വസ്റ്റ്യൻ. ഈ ചർച്ചയിലുള്ള ഇമാൻസിപ്പേഷൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. എന്തുകൊണ്ടാണ് സിവിൽ സൊസൈറ്റിയിലെ ഈ മെമ്പറെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? മനുഷ്യൻ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ആർ ഹിസ് റൈറ്റ്സ് കോൾഡ് ദ റൈറ്റ്സ് ഓഫ് മാൻ? സിവിൽ സൊസൈറ്റിയിലെ ഈ ആളുടെ അവകാശങ്ങളെ നിങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന് എങ്ങനെ വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, മനുഷ്യൻ എന്നുള്ള വാക്കിനൊരു പുതിയ അർത്ഥം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് മാർക്സ് അവിടെ അന്വേഷിക്കുന്നത്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഓൺ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മാർക്സിൻ്റെ സാമാന്യം നീണ്ട ഒരു പ്രബന്ധം ആണ്. ഇത് ഏതാണ്ടൊരു 1843-44 ഒരുപക്ഷെ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എഴുതുന്ന ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പം കഴിഞ്ഞ 4 സെഷൻസിൽ 3 അല്ലേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അതായത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ വായിച്ച എല്ലാവർക്കും അറിയായിരിക്കും, വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ള ഒരു പ്രബന്ധമാണ് ഇത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇതൊരു വളരെ സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ എഴുതിയ ഒന്നാണ്, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യനെ, യൂയിഷ് ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലത്തെ അഭിമുഖീകരിക്കുന്ന അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലേഖനമാണ്. അതിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യല്ല, അതിനെക്കുറിച്ച് അക്കാലത്ത് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംവാദങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യം അത് എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഇന്ന് അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ കാലഘട്ടത്തിൽ ജർമ്മനി എന്ന് പറയുന്നത് പ്രഷ്യ ആണ്, പ്രഷ്യൻ സ്റ്റേറ്റാണ്. ജർമ്മനിയിൽ ഒരു ക്രിസ്തീയ ഭരണകൂടം ആണ്, ഏതാണ്ടൊരു മൊണാർക്കി, രാജഭരണത്തിൻ്റെ രീതി ആയിരുന്നു ഉണ്ടായിരുന്നത്. സഭയാണ്, അത് ക്രിസ്തീയ സഭയാണ് അതിൻ്റെ ഒരു ഭരണ കാര്യകർത്തൃത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡെമോക്രസിയുടെ ഒരു സ്ഥിതിയല്ല അന്നത്തെ അവസ്ഥ. അത് ചെറിയ മാറ്റങ്ങൾ, ഒരു അബ്സല്യൂട്ടായിട്ടുള്ളൊരു മൊണാർക്കിയിൽ നിന്ന്
ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലമാണിത്. 1843, 44, 45 എന്നൊക്കെ പറയും. അന്ന് ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിച്ചിരുന്ന ചില വളരെ ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം നമുക്കറിയാം, ഒരു ക്രിസ്തീയ ഭരണകൂടം നിലനിൽക്കുമ്പോൾ മതപരമായ രീതിയിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവുന്നു. അവർക്ക് പൗരത്വം, മുഴുവൻ അർത്ഥത്തിൽ പൗരത്വമില്ലാത്ത ഒരു വിഭാഗമാണ് അന്ന് ജൂതരുണ്ടായിരുന്നത്. പൗരത്വം എന്നുള്ള സങ്കല്പം തന്നെ അന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പൗരത്വം എന്നുള്ള സങ്കല്പം ഇല്ല അന്ന്. ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ്. അപ്പോൾ അവരുടെ ഈ വിവേചനത്തിനെതിരെ, ഈ അടിച്ചമർത്തലിനെതിരെ തുല്യ അവകാശം എന്നുള്ള ഒരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പലതരത്തിലുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടമാണിത്. അതിനെയാണ് ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജൂതർ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ സ്പെസിഫിക്കായിട്ട് സൂചിപ്പിക്കുന്ന ഇതാണ് ജൂതപ്രശ്നം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നടന്നിട്ടുള്ള പല ചർച്ചകളിൽ ഒരു പ്രധാന വിഭാഗം അന്ന് ഹെഗലിൻ്റെ ശിഷ്യന്മാരായിരുന്ന കുറച്ച് പേര്, മാർക്സ് അടക്കമുള്ളവർ ഹെഗലിൻ്റെ യുവ ഹെഗലിയന്മാർ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. മാർക്സിൻ്റെ നേരിട്ട് സ്റ്റുഡൻ്റായിരുന്ന ഒരാളാണ് ബ്രൂണോ ബോർ. ഈ ലേഖനം സത്യത്തിൽ ബ്രൂണോ ബോറിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ചില ചിന്തകളോടുള്ള പ്രതികരണമാണ്, മാർക്സിൻ്റെ പ്രതികരണമാണ് ഈ ലേഖനം എന്ന് പറയുന്നത്, ഈ പ്രബന്ധം എന്ന് പറയുന്നത്. ബ്രൂണോ ബോർ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ഹെഗലിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഒരു ഹെഗൽ പക്ഷപാതിയാണ്. യുവ ഹെഗേലിയന്മാർ പൊതുവെ മതത്തെക്കുറിച്ചൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു. മതാത്മകമായ ഒരു രാഷ്ട്ര സങ്കല്പം, ഭരണകൂടം, ഈ ആശയങ്ങളെയൊക്കെ വളരെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു യുവ ഹെഗേലിയന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗം. മാർക്സും ആ ഒരു ഭാഗത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രൂണോ ബോറുടെ ഈ ഒരു ജൂതപ്രശ്നത്തെക്കുറിച്ച് ബ്രൂണോ ബോർ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുള്ള പ്രതികരണമായിട്ടാണ് ഈ കുറിപ്പ്, ഈ ലേഖനം മാർക്സ് എഴുതുന്നത്. അപ്പോൾ അതിൽ വലിയൊരു ഭാഗം നമ്മൾ വായിച്ച എല്ലാവർക്കും അറിയാം. ബ്രൂണോ ബോർ പറയുന്ന കാര്യങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതിലെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ അതേപടി തന്നെ കൊടുക്കുന്നു. വാദങ്ങളെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രബന്ധം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. വളരെ ഡെൻസായിട്ടുള്ള ഒരു ലേഖനമാണിത്. ഒരുപക്ഷെ ഇത് വേണമെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ അത്രയും സാധ്യതയുള്ള ഒരുപാട് വാദങ്ങളും ഒരുപാട് നിലപാടുകളും ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെ ഇതിൽ ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിങ്ങനെ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അതിനൊരു കുറിപ്പുകൾ പോലെ പോയിൻറ്റ്സ് എഴുതിയെടുത്തുമ്പോൾ നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അത് മുഴുവൻ ചിലപ്പോൾ അവതരിപ്പിക്കാൻ തന്നെ പറ്റില്ല, അത്രയധികം കാര്യങ്ങൾ അതിലുണ്ട്. എങ്കിലും അതിൽ വളരെ ഞാനൊന്ന് സംഗ്രഹിക്കാനുള്ള ശ്രമം നടത്തി. എന്തൊക്കെയായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? വളരെ സരളമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ എഴുത്തുള്ളത്. ചില ഭാഗങ്ങളിൽ ഇത്തിരി ഒരു നീണ്ട, മാർക്സിൻ്റെ മറ്റ് കൃതികളിലൊക്കെ കാണുന്ന പോലെ നീണ്ട പ്രസ്താവങ്ങൾ, നീണ്ട സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ പോലും തുടങ്ങുന്ന ഭാഗത്തൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ സെൻറ്റൻസസ് വെച്ചിട്ടുള്ള എഴുത്താണ് ഇതിലുള്ളത്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പ്രധാനമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന്, അത് മാത്രമായിരിക്കണമെന്നില്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അത് ഒരു സംഗ്രഹം എന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒന്നത് ഒരു 6 പോയിൻറ്റ്സ് ഇതിൽ വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഞാൻ ഈ പറയുന്ന 6 പോയിൻറ്റ്സിനെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലേഖനത്തിൻ്റെ ഈ പ്രബന്ധത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിൽ വരും എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് മാർക്സിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. ഞാൻ അതിന് പറയുന്നത് ഈ വിമോചനം എന്നുള്ള സങ്കല്പം, ഇമാൻസിപ്പേഷൻ എന്നുള്ള വാക്കാണ് അതിന്. പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ, ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ, ഇങ്ങനെ കുറേ വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇമാൻസിപ്പേഷൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വളരെ സൂക്ഷ്മമായ ഒരു വിചാരം ഇതിലുണ്ട്. എന്താണ് ഈ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റെവല്യൂഷൻ തുടങ്ങിയ വാക്കുകളൊന്നും ഇതിൽ കാണില്ല നമ്മൾ. പ്രധാനമായിട്ട് ഇമാൻസിപ്പേഷൻ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ സാധാരണ വിമോചനം എന്നൊക്കെയാണ് അതിനെ പരിഭാഷപ്പെടുത്താറുള്ളത്. സ്വാതന്ത്ര്യം, വിമോചനം. സ്വാതന്ത്ര്യം നമ്മൾ വേറൊരു വാക്ക് ഫ്രീഡത്തിന് സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് സ്വാതന്ത്ര്യം, സ്വതന്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിന് മോചനം എന്നോ വിമോചനം എന്നൊക്കെയാണ് നമ്മൾ ഇമാൻസിപ്പേഷൻ എന്നുള്ളതിനെപ്പറ്റി സാധാരണ പറയാറുള്ള കാര്യം. പക്ഷെ അത് ആ പരിഭാഷയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇമാൻസിപ്പേഷനിൽ ഞാനത് കഴിഞ്ഞ ഏതോ ഒരു സെഷനിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇമാൻസിപ്പേഷനിലുള്ളൊരു മാൻസിയ എന്നുള്ളൊരു വാക്ക്, ഇമാൻസിയ എന്നുള്ള വാക്ക്, ആ അർത്ഥം എന്തായാലും വിമോചനം എന്നുള്ള വാക്കിൽ കിട്ടില്ല. മാൻസിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം, സ്വത്ത്, പ്രോപ്പർട്ടി എന്നൊക്കെ അർത്ഥം. ഇമാൻസിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അല്ലാതായിട്ട് സ്വതന്ത്രമായ ഒന്നായി മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവാറും സ്ലേവറിയായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണിത്. അടിമത്ത സമ്പ്രദായം ഉള്ളായിരുന്ന സമയത്ത് അടിമ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, ആരുടെ ഒരു പ്രോപ്പർട്ടിയാണത്. ആ പ്രോപ്പർട്ടി സ്വന്തമായിട്ടുള്ള അവകാശങ്ങൾ നേടുന്ന ആ ഒരു ഘട്ടത്തെയാണ് ഈ മാൻസിപ്പേഷൻ എന്നുള്ള വാക്ക്. മാൻസിയ, ആ പ്രോപ്പർട്ടി സ്വന്തമായ അവകാശങ്ങൾ നേടുന്ന ഒരു മനുഷ്യനായി മാറുന്ന ആ ഒരു ഘട്ടം, അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് സ്ലേവറിക്കെതിരായിട്ട് നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളും ആ ഒരു ചരിത്രപരമായ ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരർത്ഥം ഇമാൻസിപ്പേഷൻ എന്നുള്ള വാക്കിലുണ്ട്. പക്ഷേ വിമോചനം എന്ന് പറയുമ്പോൾ നമ്മളത് ഇല്ല, മോചനം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പോട്ടെ, നമുക്കിപ്പം വിമോചനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. അതൊക്കെ എന്താണ് ഇപ്പം ഇതിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ എന്ന് പറയുന്നത് വിമോചനം, ഞാൻ വിമോചനം എന്ന് പറയുന്നത് ഇമാൻസിപ്പേഷൻ എന്നുള്ള വാക്കിൻ്റെ നമ്മളിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്നുള്ള നിലയ്ക്ക് അത് തന്നെ എടുക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം മാർക്സ് അതിൽ ചെയ്യുന്ന അത് ഈ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തെ റാഡിക്കലൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇമാൻസിപ്പേഷൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. റാഡിക്കലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്, അതിൻ്റെ വേരുകളിലേക്ക് കൊണ്ടുപോകുക, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അന്വേഷിക്കുക. കാരണം മാർക്സ് തന്നെ പറയുന്ന റാഡോ എന്ന് പറയുന്ന വേര് എന്നാണ്. റാഡിക്കലാവുക എന്ന് പറഞ്ഞാൽ വേരുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സങ്കല്പത്തിൻ്റെ വേരുകളിലേക്ക് പോകുക എന്നുള്ളതാണ്, അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക്, അതിൻ്റെ അടിസ്ഥാന ഉപാധികളിലേക്ക്, വിവക്ഷകളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് റാഡിക്കൽ ആവുക. അപ്പോൾ ഈ എന്താണ് ഇമാൻസിപ്പേഷൻ എന്നുള്ളത്, എന്താണ് വിമോചനം എന്നുള്ള ആ ചോദ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ആ പ്രശ്നത്തിൻ്റെ വേരുകളിലേക്ക് പോകാൻ അന്വേഷിക്കാനുള്ള ഒരു എക്സ്പ്ലോറേഷനാണ്, ഒരു അന്വേഷണമാണ് ഇതിൽ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായിട്ടും ഇവിടെ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് ജൂതരുടെ വിമോചനമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഏതിനും പാകമാവുന്ന ഒരു സാധനമാണ്. ഈ ഒരു പ്രത്യേക ലേഖനത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു പ്രകരണത്തിൽ നോക്കുകയാണെങ്കിൽ അത് ജൂതരുടെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജൂതരുടെ വിമോചനം എന്ന് പറയുന്നത് ജൂതർ ജർമ്മനിയിലെ, അക്കാലത്തെ പ്രഷ്യയിലെ ജൂതർ അവരുടെ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷന് വേണ്ടി, രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ആവശ്യങ്ങളുടെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ഇമാൻസിപ്പേഷൻ എന്നുള്ളത് ഉപയോഗിക്കുന്നതെന്നർത്ഥം. അത് അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റ് പലതിലും ഈ സമകാല ഇന്ത്യൻ സിറ്റുവേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക മതവിഭാഗം അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ വായിക്കാം. സെക്യുലർ എന്ന് നമ്മൾ വിളിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് വായിക്കാം. പൗരത്വത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് വായിക്കാം. അപ്പോൾ അത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് പറയുന്ന ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഓക്കെ,
അപ്പോൾ ഈ ഇമാൻസിപ്പേഷൻ്റെ ചോദ്യം ഈ കോണ്ടക്സ്റ്റിന് പുറത്തെടുത്തു കഴിഞ്ഞാൽ വിപുലമായ അർത്ഥങ്ങൾ അതിനുണ്ട്, പല തലങ്ങളിലേക്ക് കൊണ്ടുപോകാവുന്ന അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ഇമാൻസിപ്പേഷൻ എന്നാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്നാണ്. പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ കോണ്ടക്സ്റ്റിൽ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭരണകൂടത്തിനുള്ളിൽ, ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ, രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിൽ തുല്യ പൗരത്വം നേടുക എന്നുള്ളത് മാത്രമാണ്. പൗരത്വത്തിൻ്റെ തുല്യ അവകാശങ്ങൾ നേടുന്ന ഒന്നിനെയാണ്. അപ്പോൾ ജൂതർ സമരം ചെയ്തത് ഈ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷന് വേണ്ടിയാണ് എന്ന് പറയാം. ഓക്കെ, അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്ക് പൗരന്മാരായി അംഗീകരിക്കപ്പെടുകയും തുല്യനീതിയും തുല്യ അവകാശങ്ങളും നേടിയെടുക്കാനും ഒക്കെ വേണ്ടി നടക്കുന്ന ഒരു സമരങ്ങളുടെ കോണ്ടക്സ്റ്റാണ്. ആ ഇമാൻസിപ്പേഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തെ റാഡിക്കലൈസ് ചെയ്യാണ് മാർക്സ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ഭാഗമായി അപ്പം ബ്രൂണോ ബൗറിൻ്റെ ജൂതപ്രശ്നത്തെപ്പറ്റി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ, എഴുത്തുകളിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം ഇമാൻസിപ്പേഷനെ പറ്റി തന്നെയാണ്. ഓക്കെ, എന്താണ് ജൂതർ വിമോചനം ആവശ്യപ്പെടുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബ്രൂണോ ബൗർ ചോദിക്കുന്ന ചോദ്യം. ബ്രൂണോ ബൗർ ഈ സമരത്തിനോടൊക്കെ അനുകൂലമായ മനോഭാവമുള്ള ആളാണ്. ഓക്കെ, ജൂതരുടെ ഈ ഒരു ഡിമാൻഡ്, പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്നുള്ള അവരുടെ ആ ഡിമാൻഡിനോടും അതിനോടൊക്കെ അനുഭാവമുള്ള ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. ഓക്കെ, പക്ഷേ അതിനോട് ചില ചോദ്യങ്ങൾ ബ്രൂണോ ബൗർ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്: ഈ ജൂതർ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? എന്താണ് അവരുടെ ഡിമാൻഡ്? ഓക്കെ, ജർമ്മനിയിൽ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർ ജൂതർ എന്നുള്ള നിലയ്ക്കാണോ സമരം ചെയ്യുന്നത്, അതോ ജർമ്മൻ പൗരന്മാർ എന്നുള്ള നിലയ്ക്കാണോ? ഓക്കെ, നമുക്കൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയുടെ മുകളിലാണോ പൗരത്വം, ജർമ്മനിയിലെ ജനങ്ങൾ എന്ന രീതിയിലാണോ സമരം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്നത്, അതോ ജൂതർ എന്ന് പറയുന്ന പ്രത്യേക മതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയുടെ മുകളിലാണോ ഈ ഡിമാൻഡ് വരുന്നത്, പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷന് വേണ്ടിയുള്ള ഡിമാൻഡ് ഉണ്ടാകും? ഇതാണ് പ്രധാനമായിട്ടും ബ്രൂണോ ബൗർ ചോദിക്കുന്നൊരു ചോദ്യം. അത് ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. ജർമ്മനിയുടെ പൗരന്മാർ എന്ന രീതിയിലാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷന് വേണ്ടി വാദിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ബ്രൂണോ ബൗർ പറയുന്നത് അത് ജൂതർ മാത്രമല്ല, ജർമ്മനിയിലെ ജനത രാഷ്ട്രീയമായി വിമോചനം നേടിയൊരു ജനതയല്ല, ജൂതർ മാത്രമല്ല, അവിടെ എല്ലാ ജനവിഭാഗങ്ങളും വിമോചിത ജനതയല്ല ജർമ്മൻ ജനത. അതുകൊണ്ട് ജൂതരനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നം, മതപരമായ അടിച്ചമർത്തൽ, അല്ലെങ്കിൽ ഒരു അപമാനവീകരണം, അതിൻ്റെ ഷെയിം, നാണക്കേട് എന്ന് പറയുന്നത് ജർമ്മനിയിലെ പൊതുവായി ജനങ്ങൾ അനുഭവിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു എക്സെപ്ഷൻ അല്ല. ഓക്കെ, അത് റൂളാണ്. അതിന് റൂളിനെ കൺഫേം ചെയ്യാണ് എന്നാണ് മാർക്സ് ആദ്യം അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ജർമ്മൻ ജനത അനുഭവിക്കുന്ന പൊതുവായ പ്രശ്നം എന്ന രീതിയിലാണോ അതിനെ കാണേണ്ടത്? ഓക്കെ, ഈ അസ്വാതന്ത്ര്യം, രാഷ്ട്രീയമായ അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മോചനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ജർമ്മൻ ജനത പൊതുവായി അനുഭവിക്കുന്ന ഒന്നായിട്ടാണോ, അതോ ജൂതർ മാത്രം അനുഭവിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേസായിട്ടാണോ കാണേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം ബ്രൂണോ ബൗർ ഉന്നയിക്കുന്നത്. രണ്ടാമതൊരു കാര്യം പറയുന്നത്, വിമോചിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ജൂതർക്ക് വിമോചനം നൽകേണ്ടത്? ജർമ്മൻകാരാണോ വിമോചനം നൽകേണ്ടത്? കാരണം ജർമ്മൻകാർ തന്നെ വിമോചിതമല്ല, ജർമ്മൻ ജനത തന്നെ വിമോചിതമല്ല. ഓക്കെ, അപ്പം വിമോചനം നൽകുക എന്ന് പറഞ്ഞാൽ ആരെയാണ് വിമോചിപ്പിക്കേണ്ടത്? ഓക്കെ, ആരെയാണ് ഇമാൻസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ബ്രൂണോ ബൗറിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആണ് മാർക്സ് ഞാനീ നേരത്തെ പറഞ്ഞ ഒരു റാഡിക്കലൈസിങ് ദ വെരി കൺസെപ്റ്റ് ഓഫ് ഇമാൻസിപ്പേഷൻ എന്നുള്ള ഒന്നിലേക്ക് കടക്കുന്നത്. അതിലൊരു പോയിന്റ്, ഈ റാഡിക്കലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഇതിനെ സംബന്ധിക്കുന്ന ഒരു പോയിന്റ് എനിക്ക് പറയാൻ തോന്നുന്നത്,
പേജ് 3 ഓക്കെ, ഒരു ഭാഗത്ത് മാർക്സ് പറയുന്നത് എങ്ങനെയാണ്: ഇറ്റ് വാസ് ബൈ നോ മീൻസ് സഫീഷ്യൻറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഹൂ ഈസ് ടു ഇമാൻസിപ്പേറ്റ് ആൻഡ് ഹൂ ഈസ് ടു ബി ഇമാൻസിപ്പേറ്റഡ് എന്നുള്ളതാണ്. ആരാരെയാണ് വിമോചിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം പോരാ, അത്രയും അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അത് സഫീഷ്യൻ്റ് അല്ല, അത് പര്യാപ്തമല്ല. ക്രിറ്റിസിസം ഹാഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ തേർഡ് പോയിന്റ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ചോദ്യം, അതായത് ആര് ആണ് വിമോചിപ്പിക്കേണ്ടത്, ആരാണ് വിമോചിപ്പിക്കപ്പെടേണ്ടത്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് പുറമെ ഒരു മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെയാണ് മാർക്സ് എഴുതുന്നത്: ഇറ്റ് ഹാഡ് ടു ഇൻക്വയർ വാട്ട് കൈൻഡ് ഓഫ് ഇമാൻസിപ്പേഷൻ ഈസ് ഇൻ ക്വസ്റ്റ്യൻ. ഈ വിമോചനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ജൂതരാണെങ്കിലും ബ്രൂണബൗറാണെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന ഈ വിമോചനം എന്ന് പറഞ്ഞ ആ പ്രക്രിയ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്, അല്ലേ? വാട്ട് ഈസ് ഇമാൻസിപ്പേഷൻ എന്നുള്ളതാണ്. അതായത് വാട്ട് കൈൻഡ് ഓഫ് ഇമാൻസിപ്പേഷൻ ഈസ് ഇൻ ക്വസ്റ്റ്യൻ. ഈ ചർച്ചയിലുള്ള ഇമാൻസിപ്പേഷൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഇതിനെയാണ് ഞാൻ റാഡിക്കലൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇമാൻസിപ്പേഷൻ. അടുത്ത സെൻറ്റൻസിൽ മാർക്സ് പറയുന്നത്: വാട്ട് കണ്ടീഷൻസ് ഫോളോ ഫ്രം ദ വെരി നേച്ചർ ഓഫ് ദ ഇമാൻസിപ്പേഷൻ ദാറ്റ് ഈസ് ഡിമാൻഡഡ്. ഈ ഉയർന്നു വരുന്ന ഈ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള ഒന്ന്. രണ്ട്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് ഫോളോ ഫ്രം ദ വെരി നേച്ചർ ഓഫ് ഇമാൻസിപ്പേഷൻ ദാറ്റ് ഈസ് ബീയിങ് ഡിമാൻഡഡ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ആവശ്യപ്പെടുന്ന വിമോചനം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന എന്തൊക്കെ കണ്ടീഷൻസാണുള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ടിലേക്ക് പോകണം, അതിനെ റാഡിക്കലായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതാണ് മാർക്സിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആ റാഡിക്കലൈസിങ് എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ പോകുമ്പോൾ ഈ രീതിയിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ, ഉള്ളിലേക്കുള്ള ഒരു അന്വേഷണം എന്ന രീതിയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിൽ നമ്മൾ എത്തിപ്പെടും. അത് ഭരണകൂടം എന്ന് പറയുന്ന പ്രശ്നമാണ്. സ്റ്റേറ്റ് എന്താണെന്നുള്ള ചോദ്യം അവിടെ പ്രധാനമായിട്ട് വരും. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്നുള്ള ചോദ്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ, അന്നത്തെ ചോദ്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രശ്നത്തിൽ നമ്മൾ എത്തിപ്പെടും. എന്താണ് ഭരണകൂടം എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ എത്തിപ്പെടും. അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചുള്ള ക്രിട്ടീക്കിലെത്തി അതിനെപ്പറ്റിയുള്ളൊരു വിമർശനാത്മകമായ പരിശോധന അനിവാര്യമായും നിങ്ങൾക്ക് ഏറ്റെടുത്തേ പറ്റൂ. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് വിമോചനം എന്താണെന്ന് പറയാൻ പറ്റും. പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്താണെന്ന് പറയണമെങ്കിൽ ഓക്കെ, സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ക്രിട്ടിക്കിനെ നിങ്ങളൊന്നുകൂടി റാഡിക്കലൈസ് ചെയ്യേണ്ടി വരും. വീണ്ടും അതിൻ്റെ റൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത് ഈ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് എന്നുള്ളതല്ല. ക്രിസ്തീയ ഭരണകൂടമാണോ, ജൂത ഭരണകൂടമാണോ, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഭരണകൂടമാണോ എന്നുള്ളതല്ല പ്രശ്നം. സ്റ്റേറ്റ് എന്ന് പറയുന്ന വെരി കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അത് മാർക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രൂണബോർ ചെയ്തതെന്ന് വെച്ചാൽ, ബ്രൂണബോർ അന്ന് നിലവിലിരുന്ന ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തീയ ഭരണകൂടത്തിനെതിരായിരുന്നു. ഓക്കെ, മാർക്സിൻ്റെ വാദം ഇതാണ്: ബ്രൂണബോർക്ക് സംഭവിച്ചൊരു കാര്യം, ആൾ ക്രിസ്തീയ ഭരണകൂടത്തിനെതിരാണ്, പക്ഷെ ഭരണകൂടം എന്ന് പറയുന്ന ആശയത്തിന് എതിരാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് ഭരണകൂടം എന്നുള്ളതല്ല പ്രശ്നം, വെരി കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അതിനെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ റാഡിക്കലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പെരിഫറിയിൽ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. ഈ ഭരണകൂടം വേറൊരു ഭരണകൂടം, എന്താണ് ഭരണകൂടം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ മൗലികമായൊരു ചോദ്യം ചോദിക്കുന്നത്, വളരെ റാഡിക്കലായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിമോചനം എന്നുള്ളതിൻ്റെ റൂട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന പോലെ ഭരണകൂട വിമർശനം അതിൻ്റെ റൂട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ റാഡോയിലേക്ക്, വേരുകളിലേക്ക് പോവുക. അതും മാർക്സ് പറയുന്നത് എങ്ങനെയാണ്, അതേ പേജ് തന്നെയാണെന്ന് തോന്നുന്നു, പേജ് 4 ബ്രൂണബോറിന് പറ്റിയ തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ്. 2 തെറ്റുകളാവും മാർക്സ് പറയുന്നത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഇതാണ്,
അത് ക്രിസ്തീയ ഭരണകൂടത്തിനെതിരാണ്. പക്ഷെ ഭരണകൂടം എന്ന് പറയുന്ന സങ്കല്പത്തിനെ കുറിച്ച് അതിലുള്ള വി ഫൈൻഡ് ദാറ്റ് ഹിസ് എന്ന് പറയുന്നത് ബ്രൂണോ ബോറാണ്. ഹിസ് എറർ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹി സബ്ജക്ട്സ് ടു ക്രിറ്റിസിസം ഓൺലി ദ ക്രിസ്ത്യൻ സ്റ്റേറ്റ്, നോട്ട് ദ സ്റ്റേറ്റ് ആസ് സച്ച് എന്നാണ് പറയുന്നത്. ക്രിസ്ത്യൻ സ്റ്റേറ്റിനോടുള്ള വിമർശനമുണ്ട്, പക്ഷേ സ്റ്റേറ്റിനോടുള്ള വിമർശനം അവിടെ കാണുന്നില്ല. ഓക്കെ, ദാറ്റ് he does not investigate the relation of political emancipation to human emancipation. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനും ഹ്യൂമൻ ഇമാൻസിപ്പേഷനും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാണ് ബ്രൂണോ ബോർ ചെയ്യുന്നത്. മനുഷ്യരുടെ വിമോചനം എന്ന് പറയുന്നതാണോ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ വിമോചനം, ഇത് രണ്ടും രണ്ടാണെന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അതിൻ്റെ റാഡിക്കലായിട്ടുള്ള ഒരു പരിശോധന ഇല്ലാത്തത് കൊണ്ട് വളരെ മൗലികമായുള്ളൊരു ചോദ്യം ബ്രൂണോ ബോറിന് ചോദിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു അൺക്രിട്ടിക്കൽ കൺഫ്യൂഷൻ എന്നാണ് മാർക്സ് പറയുന്നത്. ഒരു അൺക്രിട്ടിക്കലായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ ആണെന്നുള്ള ഒരു ധാരണയിലാണ് ബ്രൂണോ ബോർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ വിമോചനം ഉണ്ടായി എന്നുള്ളതാണ് ബ്രൂണോ ബോറുടെ ഉള്ളിലുള്ളൊരു ധാരണ. ഓക്കെ, ആ ധാരണയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക് അല്ലെങ്കിൽ ആ ആശയക്കുഴപ്പത്തിലേക്ക്, ഓക്കെ, ആ കൺഫ്യൂഷനിലേക്ക് ബ്രൂണോ ബോർ എത്തുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റിനെ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ ആ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസംബന്ധകരമായൊരു സങ്കല്പമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ മാർക്സും എംഗൽസും 3 അസംബന്ധങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ഞാൻ പറയാറുണ്ട് പലയിടത്തും. കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം. മനുഷ്യരുടെ ചരിത്രത്തിലെ 3 വലിയ അസംബന്ധങ്ങളാണ് ഈ 3 എന്നാണ് ഒരു പക്ഷേ ഇവർ പറയാൻ ശ്രമിച്ചൊരു കാര്യം. ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ്. അതിൽ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന അസംബന്ധത്തെ അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനും ഹ്യൂമൻ ഇമാൻസിപ്പേഷനും ഒന്നാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക്, അല്ലെങ്കിൽ അതിനെ വേർതിരിക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷനിലേക്ക് ബോർ എത്തിപ്പെടുന്നത് എന്നാണ് മാർക്സിൻ്റെ വാദം. ഇത് ഞാൻ പേജ് 4 ഒരു ഇതാണ് വായിച്ചത്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, വിമോചനം എന്നുള്ളതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ബ്രൂണോ ബോറിൽ ആ ഒരു മനസ്സിലാക്കൽ കാണുന്നില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നേരെ മറിച്ച് ജർമ്മനിയിൽ നിലവിലുള്ള ക്രിസ്തീയ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഭരണകൂടം ആസ് സച്ച്, സ്റ്റേറ്റ് ആസ് സച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനും ഹ്യൂമൻ ഇമാൻസിപ്പേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യത്തിൽ ബ്രൂണോ ബോറിന് ഒന്നും പറയാനില്ല. ഈ ലാക്കിൽ നിന്നാണ്, ഈ ഒരു ഇല്ലായ്മയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു അപര്യാപ്തതയിൽ നിന്നാണ് മാർക്സിൻ്റെ നിലപാട് അവതരിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവിടെയാണ് മാർക്സ് ഈ സ്റ്റേറ്റിൻ്റെ ഒരു ജീനിയോളജി എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഭരണകൂടത്തിൻ്റെ ഒരു വംശാവലി എന്താണെന്ന് പഠിക്കാൻ. ഇത് മാർക്സിലും എംഗൽസിലും ഒക്കെ ഉണ്ട്. സത്യത്തിൽ മാർക്സും എംഗൽസും ചെയ്തിട്ട് ഏറ്റവും വലിയൊരു പണി ഒരു പക്ഷേ ഈ 3 സ്ഥാപനങ്ങളിൽ ഫാമിലി അത്ര കാര്യമായിട്ട് പഠനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും എംഗൽസ് അതിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എംഗൽസ് എഴുതുന്നുണ്ട്. ഈ 3 സ്ഥാപനങ്ങളുടെ ഒരു ജീനിയോളജിക്കലായിട്ടുള്ളൊരു പഠനമാണ് ഒരു പക്ഷേ മാർക്സും എംഗൽസും നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു ജീനിയോളജിയെ പറ്റിയുള്ള, അതിൻ്റെ വംശാവലി, എങ്ങനെയാണ് ഈ സംഗതി ഉണ്ടായി വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട വഴി തുറക്കുന്ന ഒരു പ്രബന്ധമാണ് ഇതെന്ന് ഞാൻ പറയാം. 1843 ആദ്യഘട്ടത്തിൽ, ഓക്കെ, മാർക്സിൻ്റെ ആദ്യകാല ഗവേഷണങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഭരണകൂടത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഇതിലാണ് പറയുന്നത്. അതിൽ മാർക്സ് നടത്തിയിട്ടുള്ള ഒരു പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് ആണ് ഡിമാൻഡ്, അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജൂതരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അവരവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്, അവരുടെ മതപരമായ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാവുക, അല്ലേ? നമ്മളിന്ന് സെക്യുലർ എന്ന് വിളിക്കുന്ന സംഗതിയാണ്.
വാസ്തവത്തിൽ സെക്യുലറിസത്തിന് വേണ്ടിയുള്ള സമരമാണ് ജൂതരുടെ സമരം. അതായത് ജൂതരായിട്ട് തന്നെ നിലനിൽക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് നിലനിൽക്കുന്നു. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഈക്വലാണ്. മതപരമായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ മതവിമുക്തമാവുക, അതാണ് മതനിരപേക്ഷത എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണ് സങ്കല്പം. സ്റ്റേറ്റ് എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണുക, പൗരന്മാർ എന്ന രീതിയിൽ എല്ലാവരും ഈക്വലാവുക, സിറ്റിസൺസ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഈക്വലാവുക. അപ്പോൾ സ്റ്റേറ്റ് മതവിമുക്തമാവലാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഡെമോക്രസി, ആധുനിക മതേതര ജനാധിപത്യ സമൂഹം ഉണ്ടായി വരിക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന അർത്ഥം. സെക്യുലറിസം എന്നുള്ള വാക്കൊന്നും ഇത് കാണില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ആശയം ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ശേഷം 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമൊക്കെ ആയിട്ട് ലോകത്തിങ്ങനെ പല ഭാഗങ്ങളിലും മെല്ലെ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആശയങ്ങളായിട്ട് സിവിക് റൈറ്റ്സ്, പൗരാവകാശം എന്നുള്ള, പൗരൻ എന്നുള്ള സങ്കല്പം, സിറ്റിസൺ എന്ന് പറയുന്ന സങ്കല്പം ഒക്കെ രൂപപ്പെട്ടു വരുന്നൊരു പശ്ചാത്തലമാണ് ഇത് ഈ ലേഖനത്തിൽ ഉള്ളത്, ഈ പഠനത്തിലുള്ളത്. അപ്പോൾ മാർക്സ് ഇവിടെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, അത് ഞാനത് 3-ാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ജർമ്മനിയിൽ നടന്നിട്ടില്ല എന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് തുടങ്ങുന്ന ഒരു ഘട്ടമാണിത്. അതാണ് ഞാൻ പറഞ്ഞത് 1843 എന്ന് പറയുന്നത് ഒരു അബ്സലൂട്ട് മൊണാർക്കിയിൽ നിന്ന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മൊണാർക്കി എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജാവുണ്ട്, രാജഭരണം തന്നെയാണുള്ളത്, പക്ഷേ രാജാവിനും ഒപ്പം തന്നെ ചില പാർലമെൻ്റ് ഉണ്ട്, ചില പൊതുവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ട്, സഭകളുണ്ട്, അവർ തീരുമാനമെടുക്കുന്നുണ്ട്, പക്ഷേ രാജാവിൻ്റെ അധികാരവും ഉണ്ട്. ഇത് രണ്ടും കൂടി വരുന്നതിനെയാണ് നമ്മൾ ലിമിറ്റഡ് മൊണാർക്കി എന്ന് പറയുന്നത്. അബ്സലൂട്ട് മൊണാർക്കിയിൽ നിന്ന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ തോതിലുള്ള മൊണാർക്കിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പൗരാവകാശം എന്നുള്ള, പൗരൻ എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ടായി വരുന്നുണ്ട് മെല്ലെ. നമ്മൾ ഇന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അർത്ഥത്തിലുള്ള സിറ്റിസൺ അല്ല. ഓക്കെ, എന്നാൽ സിറ്റിസൺ എന്നുള്ള സങ്കല്പമൊക്കെ മെല്ലെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അമേരിക്കയിലുമൊക്കെ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയങ്ങളുണ്ടാവുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻസിന് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിലൊക്കെ പലതരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കോഴ്സസ് ഉണ്ടാവുന്നു. അപ്പോൾ മാർക്സ് പറയുന്നൊരു കാര്യം, ഇങ്ങനെ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ നടന്നു എന്ന് വിചാരിക്കാം നമ്മൾ. ഓക്കെ, അതായത് മതേതര ജനാധിപത്യ സമൂഹങ്ങൾ നിലവിൽ വന്നു എന്ന് വിചാരിക്കാം. നിലവിൽ വരുന്നതിന് മുമ്പാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. ഇത് അങ്ങനെയുള്ളത് നിലവിൽ വരുന്നതിന് മുമ്പ് മാർക്സിൻ്റെ വാദം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാഷ്ട്രം മതവിമുക്തമാകുന്നു എന്ന് മാത്രം. മതം അബോളിഷ് ചെയ്യപ്പെടുകയല്ല, മതമില്ലാതാവുകയല്ല, നിലവഴിച്ച് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഭരണകൂടം മതവിമുക്തമാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഓക്കെ, സിറ്റിസന് മതമില്ല, നിങ്ങൾ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി മാത്രമേ അവിടെയുള്ളൂ. ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് മുമ്പിൽ പരമാധികാരമുള്ള, ഈക്വലായിട്ട് പരിഗണിക്കപ്പെടുന്ന, ഈക്വലായിട്ടുള്ള അവകാശങ്ങളുള്ള, റൈറ്റ്സ് ഉള്ള ആളാണ് പൗരൻ, അല്ലേ, അല്ലെങ്കിൽ പൗര, സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ മതം സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇതാണ് മതവിമുക്തമാവുക എന്ന് പറയുന്നത്, സ്റ്റേറ്റ് മതവിമുക്തമാവുക എന്ന് പറയുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാകുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മാർക്സിൻ്റെ വാദം ഇവിടെ മനുഷ്യരുടെ ജീവിതം, മനുഷ്യരൊരു ഉഭയജീവിതത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മാർക്സ് പറയുന്നൊരു കാര്യം. ഒരു ടു ഫോൾഡ് ലൈഫ്. ഓക്കെ, മനുഷ്യരുടെ ജീവിതം ഒരു ഉഭയജീവിയായിട്ട് മാറുകയാണ്. ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു, ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാവുന്നു. ഇതാണ് മാർക്സ് അതിൽ വളരെ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം. അതായത് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു, ഒപ്പം തന്നെ ഒരു സിവിൽ സമൂഹവും ഉണ്ടാവും. സിവിൽ സൊസൈറ്റി എന്നുള്ള വാക്കാണ്.
ഈ സിവിൽ സൊസൈറ്റി എന്നുള്ള വാക്ക് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്താണ് ഈ സിവിൽ സൊസൈറ്റി? നമ്മൾ പൗരസമൂഹം എന്നുള്ള വാക്ക് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്ക് സിവിൽ സൊസൈറ്റി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം സിറ്റിസൺ അല്ല അവിടെ ഉള്ളത്. ശരിക്കും ഈ സിവിൽ സമൂഹം എന്ന് പറയുന്നത്, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് മാർക്സ് പിന്നീടുള്ള കൃതികളിലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നൊരു സങ്കല്പമല്ല. അതൊരു ഹെഗേലിയൻ നോഷനാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തലവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ആപേക്ഷികമായി മാത്രം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഓക്കെ, അനിവാര്യമായ ബന്ധമൊന്നുമില്ലാതെ ആപേക്ഷികമായിട്ട് മാത്രം, റിലേറ്റീവായിട്ട് മാത്രം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ ഒരു തലത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾ തമ്മിൽ കച്ചവടത്തിൻ്റെ ബന്ധം ഉണ്ടാകുന്നു, മാർക്കറ്റ് ഉണ്ടാകുന്നു, വിനിമയങ്ങളുണ്ടാകുന്നു, കമ്പോളമായിട്ട് ബന്ധപ്പെട്ട വിനിമയങ്ങളുണ്ടാകുന്നു. അതുപോലെ മനുഷ്യർ തമ്മിൽ മതപരമായ വിനിമയങ്ങളുണ്ടാകുന്നു, സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങളുണ്ടാകുന്നു, സാമൂഹികമായ മറ്റ് തരത്തിലുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ, ഓക്കെ, ആളുകൾ തമ്മിലുള്ള ഇടപാടുകളെ ഒരു മണ്ഡലമായിട്ട് എടുത്താൽ അതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, അത് സ്റ്റേറ്റിനെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ബന്ധങ്ങളുണ്ടാവും, പക്ഷേ പൂർണ്ണമായും സ്റ്റേറ്റിനെ ആശ്രയിക്കുക. അതായത് മാർക്കറ്റിൽ സ്റ്റേറ്റിന് വലിയ റോളൊന്നുമില്ല. നിങ്ങളുടെ ഉൽപ്പാദന ബന്ധങ്ങളിൽ, നിങ്ങളുടെ മതപരമായ ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ സ്റ്റേറ്റിന് വലിയ റോളൊന്നുമില്ല. സ്റ്റേറ്റ് അതൊന്നും മാറിക്കുക. ഇതിനാണ് നമ്മൾ സെക്യുലർ എന്ന് പറയുന്നത്, അല്ലേ? രാഷ്ട്രത്തിനുള്ള രാഷ്ട്രത്തിനും സ്റ്റേറ്റിനുള്ള സ്റ്റേറ്റിനും, പിന്നെ സീസണിലുള്ള സീസണിനും ദൈവത്തിനുള്ള എന്ന് പറയുന്നത് പോലെ മതവും ഈ പൊളിറ്റിക്സും തമ്മിലുള്ള വേർതിരിവുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറ്. മോഡേൺ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ സങ്കല്പം അതാണല്ലോ. മാർക്സ് ഉപയോഗിക്കുന്ന വാക്ക് സിവിൽ സൊസൈറ്റി രൂപപ്പെടുന്നു എന്നാണ്. അതായത് ഒരു പ്രത്യേക സാമൂഹ്യത്തിൻ്റെ ഒരു സാമൂഹ്യ വിനിമയങ്ങളുടെ ഒരു മണ്ഡലം രൂപപ്പെട്ടു വരുന്നു. ഇതിനെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൽ എന്താ നടക്കുന്നത്? ആളുകൾ തമ്മിൽ സാമ്പത്തികമായ ബന്ധങ്ങളുണ്ടാവുന്നു, വിനിമയങ്ങളുണ്ടാവുന്നു, ഇടപാടുകളുണ്ടാവുന്നു, ഉൽപ്പാദനപരമായ വിനിമയങ്ങളുണ്ടാവുന്നു, കച്ചവട ബന്ധങ്ങളുണ്ടാവുന്നു, മതപരമായ ബന്ധങ്ങളുണ്ടാവുന്നു, ഓക്കെ, സാംസ്കാരികമായ ബന്ധങ്ങളുണ്ടാവുന്നു, സാഹിത്യമോ കല എന്തെങ്കിലും ആവും. ഇങ്ങനെ പല ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി രൂപപ്പെടുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് സ്റ്റേറ്റ് മതവിമുക്തമാകുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെടുന്നു. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റും സിവിൽ സൊസൈറ്റിയും രണ്ടായിട്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, അവിടെ അത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അവിടെ എന്താണ്? അവിടെ ഇതൊന്നുമില്ല. നിങ്ങൾ സിവിൽ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങളൊന്നും സ്റ്റേറ്റിലില്ല. ഇപ്പോൾ സ്റ്റേറ്റിന് മതമില്ല എന്ന് പറയുന്ന പോലെ മതപരമായ കാര്യങ്ങളൊക്കെ സിവിൽ സൊസൈറ്റിയുടെ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ കച്ചവടവുമായിട്ടുള്ള ബന്ധങ്ങൾ, ട്രേഡ്, മാർക്കറ്റ്, ഉൽപ്പാദനം, ഇതൊന്നും സ്റ്റേറ്റിൻ്റെ പ്രശ്നമല്ല. സ്റ്റേറ്റിൽ നിന്ന് മാറിയിരിക്കുന്നൊരു സാധനമാണ്. ഓക്കെ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റും ഉണ്ടാകുന്നു, സിവിൽ സൊസൈറ്റി എന്ന രീതിയിൽ മറ്റൊന്നുണ്ടാകുന്നു. ഈ രണ്ടിടത്തും ജീവിക്കുന്ന ഉഭയജീവിയായിട്ട് മനുഷ്യർ മാറുന്നു എന്നുള്ളതാണ് മാർക്സ് സൂചിപ്പിക്കുന്ന ഡ്വൽ എന്ന് പറയുന്ന ടു ഫോൾഡ് ലൈഫ് എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉഭയജീവിതമായി മാറുന്നു. ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ്, സിറ്റിസണാണ് ഞാൻ ഇന്ത്യയിലെ ഉദാഹരണത്തിന്. അതേ സമയത്ത് തന്നെ ഞാൻ പിന്നെ സിവിൽ സൊസൈറ്റിയിൽ എൻ്റെ റോള് സിറ്റിസൺ എന്നുള്ള നിലയ്ക്കാണ്. അവിടെ എനിക്ക് മതമുണ്ട്, അവിടെ എനിക്ക് പിന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഞാനും മറ്റൊരാളും തമ്മിൽ. ഓക്കെ, എൻ്റെ ജനനം ചിലപ്പോൾ ഒരു ആഭിജാത്യമുള്ള ഒരാളായിരിക്കും ഞാൻ, ചിലപ്പോൾ എൻ്റെ കുടുംബം വലിയ കുടുംബമായിരിക്കും, വേറൊരാളുടെ കുടുംബം അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ജനനവും നിങ്ങളുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ വ്യത്യസ്തമായ നിലകളിലാണ് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സിവിൽ സൊസൈറ്റിയിൽ. ഓക്കെ, പക്ഷേ സിറ്റിസൺ എന്നുള്ള ആൾക്ക് എല്ലാവരും ഈക്വലാണ്. മനസ്സിലായില്ലേ ഈ പറഞ്ഞത്? സിറ്റിസൺ എന്നുള്ള ആൾക്ക് നിങ്ങൾക്ക് സിറ്റിസനും നിറവും പിന്നെ ജാതിയും മതമൊന്നുമില്ല. സിറ്റിസൺ എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ യൂണിറ്റാണ്. ഓക്കെ,
അമൂർത്തമായ ഒരു പോയിൻ്റാണ് സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ജാതിയില്ല. അത് ഏത് ജാതിയിലുള്ളവർക്കും ഓരോ വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, എത്ര പൈസ ഉള്ളവർക്കും ഓരോ വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, അത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഒരേ സമയം ഞാൻ സിറ്റിസണാണ്. ആ അർത്ഥത്തിൽ എന്നെ ഇതൊന്നും ബാധിക്കില്ല. ഈ പറഞ്ഞ ജാതി മതം ഒന്നും ബാധിക്കാത്ത ഒരാളാണ് ഞാൻ. അതേസമയം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വരുമ്പോൾ, സിവിൽ സൊസൈറ്റിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്കിതൊക്കെ ഉണ്ട്. വർണ്ണമുണ്ട്, ജാതിയുണ്ട്. എൻ്റെ പിന്നെ ജാതീയമോ വർണ്ണമായിട്ടുള്ള അതോ അല്ലെങ്കിൽ മതപരമോ സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഞാനാണ് സിവിൽ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതം ഒരു ഉഭയജീവിതമാണ്. ഇതാണ് മാർക്സ് പറയുന്നൊരു കാര്യം. ഒരു ഉഭയജീവിയെ ഉണ്ടാക്കി എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യം. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മാർക്സ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ സെക്യുലർ എന്ന് നമ്മൾ വിളിക്കുന്നൊരു, ഓക്കെ, അല്ലേ, അത് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പം അതിനെ പറ്റുള്ള ചില ഫുട് നോട്ട്സിൽ പറയുന്നുണ്ട് എന്താണ് ഈ സിവിൽ സൊസൈറ്റി എന്നുള്ള മാർക്സ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ ഒന്നാമത്തെ പോയിന്റിൽ എന്താണ് സിവിൽ സൊസൈറ്റി എന്നുള്ളത് ഞാൻ അതിൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല. പിന്നീട് മാർക്സ് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തത്, പിന്നീട് ഈ സിവിൽ സൊസൈറ്റി എന്നുള്ളതിനെ പറ്റി മാർക്സിൻ്റെ ചിന്തകൾ മാറുകയല്ല, ആ ഒരു വാക്കത്ര ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സങ്കല്പനം മാർക്സ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ അത്ര യോജ്യമല്ല, അത് അനുയോജ്യമല്ല എന്നുള്ളതുകൊണ്ട് മാർക്സ് മറ്റൊന്നിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള രീതിയിലൊക്കെ മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിവിൽ സൊസൈറ്റിയെ പറ്റിയുള്ള ഒരുപാട് ഡിബേറ്റ്സൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ തിയറിയിലും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഹെഗൽ മുതൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരാമർശങ്ങൾ ഇതിൽ കാണാൻ പറ്റും, സൂചനകൾ ഇതിൽ കാണാൻ പറ്റും, ഈ ലേഖനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ ആ ഒരു ഭാഗം മാർക്സിൽ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. അത് ഇപ്പം ഞാൻ വായിച്ചത് പേജ് 4 നേരത്തെ പറഞ്ഞത്. പേജ് 6 ഉള്ളൊരു ഒരു വലിയ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രസ്താവം ഇങ്ങനെയാണ്: വേർ ദ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഹാസ് അറ്റൈൻഡ് ഇറ്റ്സ് ട്രൂ ഡെവലപ്മെൻറ്റ്, man leads a two-fold life. ഇപ്പം ഞാനീ പറഞ്ഞ ആശയമാണ്. ലൈഫ് ഇൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് he considers himself as a communal being, and life in civil society in which he acts as a private individual. എന്നാണ് വളരെ ക്ലിയറാണ് ഈ ഓക്കെ. ഒരേ സമയം നിങ്ങളൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലായിട്ട് മാറും, അതേസമയം തന്നെ നിങ്ങൾ സിറ്റിസണായിട്ട് നിൽക്കും. ഓക്കെ, പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾ സിറ്റിസണാണ്, സിവിൽ സൊസൈറ്റിയുടെ ഉള്ളിൽ നിങ്ങൾ ഇൻഡിവിജ്വലാണ്. ഓക്കെ, അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്നാണ് പറഞ്ഞത്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഒരു തിയറിയുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവേഷൻ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുകയാണ്, അല്ലേ, മാറ്റി നിർത്തുക. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പബ്ലിക്കിൽ നിന്ന്, അതായത് മതത്തിൽ നിന്ന്, ഈ ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വലുള്ള സിറ്റിസനാണുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ മാർക്സ് തന്നെ പറയുന്നുണ്ട്, സ്റ്റേറ്റ് അബോളിഷസ് ഇൻ ഇറ്റ്സ് ഓൺ വേ ഡിസ്റ്റിങ്ഷൻസ് ഓഫ് ബർത്ത്, സോഷ്യൽ റാങ്ക്, എഡ്യൂക്കേഷൻ, occupation, where it declares that they are non-political distinctions. ഓക്കെ, സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാണ് നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചു, ഏത് മതത്തിൽ ജനിച്ചു, നിങ്ങളുടെ വർണ്ണം എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്താണ്, നിങ്ങളുടെ പദവി എന്താണ്, നിങ്ങളുടെ റാങ്ക് എന്താണ്, ഇതൊന്നും സ്റ്റേറ്റിന് ബാധകമല്ല. ഓക്കെ, ഇതൊക്കെ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ ഓക്കെ സ്റ്റേറ്റ് ഇൻഡിവിജ്വലിനെ മാറ്റി നിർത്തുക. ഓക്കെ, മനസ്സിലായി? ഈ ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ ഉള്ള ആളാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് ജാതിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തുക, ആ പ്രൈവേഷനാണ്. ആ മാറ്റി നിർത്തപ്പെട്ടപ്പോഴാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് മാർക്സിൻ്റെ വാദം. ഓക്കെ,
പക്ഷെ അതേസമയം തന്നെ എന്താ ചെയ്തത്, ഇതിനെ മാറ്റി നിർത്തുന്ന സമയം തന്നെ അത് ചെയ്യുന്നത് അത് മുഴുവൻ അബോളിഷ് ചെയ്യല്ല. ഓക്കെ, ഇറ്റ് അലൗസ്, മാർക്സ് പറയുന്നത് നെവർദലെസ് ദ സ്റ്റേറ്റ് അലൗസ് ഓൾ ദീസ്, ഈ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻസ് മുഴുവൻ, ഈ വേർതിരിവുകൾ മുഴുവൻ, ടു ആക്ട് ഇൻ ദെയർ ഓൺ വേ. ഓക്കെ, ഫാർ ഫ്രം അബോളിഷിംഗ് ദീസ് റിയൽ ഡിസ്റ്റിങ്ഷൻസ് the state only exists on the presupposition of their existence. ഓക്കെ, അതായത് നമ്മുടെ ജാതി മത വ്യത്യാസങ്ങൾ, ഡിസ്റ്റിങ്ഷൻസ്, വ്യത്യാസങ്ങൾ അബോളിഷ് ചെയ്യല്ല ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് ആ പ്രീസപ്പോസിഷൻ്റെ മുകളിലാണ്. ഓക്കെ, ഈ നോൺ പൊളിറ്റിക്കലായിട്ട് മാറാണ്. ഇതൊക്കെ അരാഷ്ട്രീയമായ വ്യത്യാസങ്ങളാണ്. ഇതൊന്നും രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചോളം സംഗതമായിട്ടുള്ള ഒന്നല്ല. ഓക്കെ, പക്ഷേ ഈ വ്യത്യാസങ്ങളുടെ മുകളിലാണ് ഭരണകൂടം നിൽക്കുന്നത്. അപ്പോൾ ഭരണകൂടം നിൽക്കുന്നത് തന്നെ സിവിൽ സൊസൈറ്റിയിലുള്ള ഈ വിഭജനങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അതിനെ മുൻധാരണ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. സ്റ്റേറ്റിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റൂ എന്നാണ് മാർക്സിൻ്റെ വാദം. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചതിലേക്ക് വരാം. അതായത് നമ്മൾ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷനിലൂടെ സംഭവിക്കുന്നത് മനുഷ്യർ ഉഭയജീവികളായി മാറുന്നു, ഒരേ സമയം ഇൻഡിവിജ്വലും അതേസമയം സിറ്റിസണുമായി മാറുന്നു. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വലും പബ്ലിക് സിറ്റിസണും ആയിട്ട് മാറും. പബ്ലിക് പ്രൈവറ്റ് എന്നുള്ള വേർതിരിവ് ഉണ്ടാവും. ഓക്കെ, പൊതുവായതും പ്രൈവറ്റായതും. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ സ്ഥലമാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ടുള്ള സിറ്റിസൻ്റെ സ്ഥലമാണ്. ഇങ്ങനെ ഒരു വിഭജനം സംഭവിക്കുന്നു എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു വാദം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഭജനം എന്താണെന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, റാഡിക്കലൈസിങ് ദ ക്രിട്ടിക് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഈ വിഭജനത്തെ എങ്ങനെയാണ് ഈ സിവിൽ സൊസൈറ്റി രൂപപ്പെട്ടത് എന്നുള്ളതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അവിടെ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി. ഓക്കെ, എന്താണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നുള്ളതിനെപ്പറ്റി? അതായത് ഈ വിഭജനം സത്യത്തിൽ എന്താണ്, ഇതിലൂടെ എന്താ സംഭവിച്ചത്? ഈ വിഭജനത്തിലൂടെ സംഭവിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ പറയുന്ന അർത്ഥത്തിൽ പൗരന്മാരുണ്ടായി എന്നുള്ളതാണ്, സിറ്റിസൺസ് ഉണ്ടായി എന്നുള്ളതാണ്. ആ സിറ്റിസൺസിന് എന്താണ്? സിറ്റിസൺസിന് തുല്യ അവകാശമാണുള്ളത്. ഓക്കെ, എല്ലാ സിറ്റിസൺസിനും തുല്യമായിട്ടുള്ള അവകാശമാണ് എല്ലാ കാര്യത്തിലും ഉള്ളത്. പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ, വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സിറ്റിസൺ ആണെങ്കിൽ എല്ലാ സിറ്റിസണും ഒരുപോലെയാണ്. ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പല വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഒരേ അവകാശമാണ്. തുല്യത എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വരുന്നു, അല്ലേ? ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓരോ മനുഷ്യരും സോവറീൻ ആണെന്നുള്ളതാണ്. ഓരോ പൗരരും സോവറീൻ ആണ്. സോവറീൻ എന്ന് പറഞ്ഞാൽ പരമാധികാരി എന്നാണ്. ഓക്കെ, സോവറീൻ മാൻ. ഓരോ മനുഷ്യരും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള, യുക്തിബോധമുള്ള, ചിന്താശേഷിയുള്ള, മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയില്ലാത്ത, പാരതന്ത്ര്യമില്ലാത്ത, സ്വതന്ത്രരായിട്ടുള്ള വ്യക്തി ആണ് ഓരോ മനുഷ്യരും എന്നുള്ള സങ്കല്പമാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ആ സോവറീൻ മാൻ എന്നുള്ള സങ്കല്പമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് മാറിയത് എന്നാണ് മാർക്സ് അതിൽ പറയുന്നത്. ഈ സോവറീൻ മാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പരമാധികാരിയായ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്സ് അതിൽ പറയുന്നൊരു കാര്യം, അത് ക്രിസ്ത്യൻ സങ്കല്പമാണ്. അതൊരു ക്രിസ്തീയമായ സങ്കല്പമാണ് ഈ പരമാധികാരിയായ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് തന്നെ ക്രിസ്ത്യനാണ് എന്നാണ് മാർക്സിൻ്റെ വാദം. ബ്രൂണോ ബൗർ എന്തിനെയാണോ എതിർത്ത്, അതായത് ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള ആശയത്തിനെയാണ് എതിർക്കുന്നത്. ക്രിസ്ത്യാനികൾ ഭരണകൂടം ഉണ്ടാക്കുന്നതിനെ എതിർക്കുകയാണ്. അതില്ലാതാകുമ്പോൾ സ്റ്റേറ്റ് മാത്രം ഉണ്ടാവുന്നു, ക്രിസ്ത്യാനി ഉണ്ടാവില്ല, സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ് എന്താണ്? ആ സ്റ്റേറ്റ് തന്നെ ക്രിസ്ത്യാനിയാണ് എന്നാണ് മാർക്സിൻ്റെ ഞാനത് വായിക്കാം. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രയോഗമാണ് മാർക്സ് അതിൽ നടത്തുന്നത്.
പൊളിറ്റിക്കൽ ഡെമോക്രസി ഈസ് ക്രിസ്ത്യൻ സിൻസ് ഇൻ ഇറ്റ് എവ്രി മാൻ റാങ്ക്സ് ആസ് സോവറിൻ എന്നാണ്. ഓക്കെ, ക്ലിയറാണ്, ഈ ആശയം വളരെ ക്ലിയറാണ്. ഓരോ മനുഷ്യരും പരമാധികാരിയായ ഒരു മനുഷ്യനാണ്, ഓരോ മനുഷ്യനും പരമാധികാരിയാണ് എന്നുള്ള ക്രിസ്തീയമായ ആശയത്തിൻ്റെ മൂർത്തമായ രൂപമാണ് സിറ്റിസൺ എന്ന് പറയുന്ന ആശയം. ആ സിറ്റിസൺ എന്ന് പറയുന്ന ആശയത്തിൻ്റെ മുകളിലാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി നിൽക്കുന്നത്, സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് തന്നെ ക്രിസ്ത്യാനിയാണ് എന്നാണ്. ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രൂപമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് സെക്യുലർ സ്റ്റേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പൂർണ്ണബോധമൊക്കെ സമരം ചെയ്യുന്നത് സെക്യുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് സെക്യുലർ ആവണം എന്നുള്ളതാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും മതവിമുക്തമാവണം എന്നുള്ളതാണ്. സ്റ്റേറ്റ് എത്ര മതവിമുക്തമായതും അതിന് ക്രിസ്ത്യാനിറ്റിയുടെ വാല്യൂ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേ നിൽക്കാൻ പറ്റൂ. കാരണം അത് സോവറിൻ ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന്, സോവറിൻ മാൻ എന്നുള്ളൊരു ആശയത്തിൻ്റെ മുകളിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് നമുക്ക് ചോദിക്കാം, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഒരു ജീനിയോളജിയെ പറ്റി പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് മാർക്സ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ പറയുന്നതല്ല, മാർക്സിൻ്റെ അതേ സെൻറ്റൻസാണ് ഞാൻ വായിച്ചത്. പൊളിറ്റിക്കൽ ഡെമോക്രസി ഈസ് ക്രിസ്ത്യൻ സിൻസ് ഇൻ ഇറ്റ്, അതിൽ മാൻ, ദാറ്റ് ഈസ് എവ്രി മാൻ, റാങ്ക്സ് ആസ് സോവറിൻ, ബട്ട് ഇറ്റ് ഈസ് എ മാൻ in his uncivilized, unsocial, man just as he is, he has been corrupted by the whole organization of society, who has lost himself, been alienated, in short, man who is not at a real species being. തുടർന്ന് പറയുന്നതാണ്, that which is a creation of fantasy, a dream, a postulate of Christianity, that is the sovereign man, becomes in democracy tangible reality, present existence and secular principle. ഓക്കെ, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അടിസ്ഥാന ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻറ്റസി, ആ ഫാൻറ്റസിയെ ഒരു ടാഞ്ചിബിൾ റിയാലിറ്റിയാക്കി മാറ്റുകയാണ് ഡെമോക്രസി ചെയ്തതെന്നാണ്. നിങ്ങൾക്ക് തൊട്ടറിയാവുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടൊരു ഫാൻറ്റസി മാറുകയാണ്. ഓക്കെ, മനുഷ്യരെങ്ങനെ പരമാധികാരിയായിട്ടുള്ളൊരു ജീവിയാണ്, സ്വയം സമ്പൂർണ്ണമായിട്ടുള്ളൊരു ജീവിയാണ് എന്നുള്ള മനുഷ്യനെ പറ്റിയുള്ള ഒരു ഫാൻറ്റസി മാത്രമല്ല, അത് പോസ്റ്റുലേറ്റാണ്. ക്രിസ്ത്യാനിറ്റിയുടെ പോസ്റ്റുലേറ്റ് എന്നാണ് പറയുന്നത്. പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻധാരണ, അതിൻ്റെ അടിസ്ഥാന ധാരണയാണ് പോസ്റ്റുലേറ്റ്. ആ അടിസ്ഥാന ധാരണ അല്ലെങ്കിൽ ആ അടിസ്ഥാനപരമായ ഫാൻറ്റസി എന്ന് പറയുന്നതിനെ ഒരു ടാഞ്ചിബിൾ റിയാലിറ്റി ആയിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും പരമാധികാരികളാണ്. അപ്പോൾ നമുക്ക് തൊട്ടറിയാം, പരമാധികാരിയായ മനുഷ്യനെ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന രീതിയിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ട് അതിനെ മാറ്റി എന്നാണ് മാർക്സിൻ്റെ വാദം. ഇതാണ് ഡെമോക്രസി എന്നാണ്. അപ്പോൾ ഡെമോക്രസിയെ പറ്റിയിട്ട് ഇത്രയും റാഡിക്കലായിട്ടുള്ളൊരു വിമർശം ഒരുപക്ഷെ മാർക്സിൻ്റേതല്ലാതെ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. എന്താണ് ഈ ഡെമോക്രസി എന്നുള്ളത്? ഓക്കെ, തീർച്ചയായിട്ടും ഡെമോക്രസിയെ പറ്റി അതിനോട് അനുഭാവമുള്ള, ഈ പൊളിറ്റിക്കൽ എമാൻസിപ്പേഷൻ എന്നുള്ള ആശയത്തോട് അനുഭാവമുള്ള ആളാണ് മാർക്സ് ഉള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് വാസ്തവത്തിൽ എന്താണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം എന്താണ് വാസ്തവത്തിൽ? അതിൻ്റെ പിന്നിലുള്ള ഈ സോവറിൻ മാൻ എന്ന് പറയുന്ന ആ മിത്ത് അല്ലെങ്കിൽ ആ ഒരു ഫാൻറ്റസി വാസ്തവത്തിൽ എന്താണ്? ഓക്കെ, അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പോസ്റ്റുലേറ്റാണ്. അത് ഒരു ടാഞ്ചിബിൾ റിയാലിറ്റി ആയിട്ട് മാറുകയാണ് ഡെമോക്രസിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി ഈസ് ക്രിസ്ത്യൻ എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അവസാനം വരും, അവസാനത്തേക്ക് അതങ്ങ് ഞാൻ പറയാമോ? അപ്പോൾ ഫലത്തിൽ ഇതാണ് ആ ബോവറിൻ്റെ ഒരു വാദത്തിൽ ബോവർ പറയുന്നത് ക്രിസ്ത്യാനികൾ ഭരണകൂടം ഉണ്ടാക്കുക എന്നുള്ള മതാത്മകമായ ഭരണകൂടത്തെ എതിർക്കുകയാണ് ബോവറും യുവ ഹെഗേലിയന്മാരും ചെയ്തത്. സ്റ്റേറ്റ് മതവിമുക്തമാവണം. ഓക്കെ, ആ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ജൂത പ്രശ്നത്തെ പറ്റിയുള്ള ആ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റ്, ക്രിസ്ത്യാനികൾ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആശയമല്ലോ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ സ്റ്റേറ്റ് അല്ലാതെ ആവുക പറഞ്ഞാൽ എന്താ? സെക്യുലർ സ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്റ്റേറ്റിന് മതമില്ല എന്നാണ്. സ്റ്റേറ്റിന് മതമില്ലെങ്കിൽ അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, മതവിമുക്തമായ ഒരു ഭരണകൂടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ മനുഷ്യനും പരമാധികാരിയാണ് എന്നുള്ള സങ്കല്പത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, സ്വയം സമ്പൂർണ്ണമായിട്ടുള്ള ഘടകങ്ങളാണ് ഓരോ മനുഷ്യരും എന്നുള്ളതിലാണ്. ആ ആശയം തന്നെ ക്രിസ്ത്യനായിട്ടൊരു ആശയമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതെ,
മതവിമുക്തമായ ക്രിസ്ത്യൻ സ്റ്റേറ്റാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സ്റ്റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അവിടെ നിന്നാണ് മാർക്സ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം പിന്നീട് നടത്തുന്നത്. എന്താണ് ഈ സോവറിൻ മാൻ? ഓക്കെ, സ്വയം ഭരിക്കാൻ കഴിയുന്ന, അല്ലെ, സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ സോവർണിറ്റി എന്നുള്ള അർത്ഥമല്ല. ഓരോ രാഷ്ട്രവും പരമാധികാര രാഷ്ട്രമാണ്. ഇതാണല്ലോ നേഷൻ സ്റ്റേറ്റിൻ്റെ ആശയം എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ നാഷണൽ സോവർണിറ്റി എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് വരുന്നത്. പണ്ട് രാജാവ് മാത്രമാണ് പരമാധികാരി, സോവറീൻ എന്ന് പറയുന്നത്. ആധുനിക ജനാധിപത്യത്തിൽ വരുമ്പോൾ രാഷ്ട്രം പരമാധികാര രാഷ്ട്രമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മനുഷ്യനും പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. ഈച്ച് മാൻ ഈസ് സോവറീൻ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അതിൻ്റെ നിങ്ങളുടെ സോവറീനായിട്ടുള്ള സ്വഭാവത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റേറ്റ് അല്ലേ. അപ്പം ഞാൻ എന്നെ ഭരിക്കുന്നതിന് എനിക്ക് എന്നെ ഭരിക്കാനുള്ള കഴിവിൻ്റെ ഒരു എക്സ്റ്റേണലൈസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ഭരണകൂടം, അല്ലേ. ഞാൻ എന്നെ എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുക, ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അപ്പം അതിൻ്റെ ആശയം തന്നെ അതാണ്. ഓക്കെ, ഓരോ മനുഷ്യരും സോവറീനാണ് എന്നുള്ളതാണ്, റാഷണലാണ്. ഓക്കെ, ഓരോ മനുഷ്യരും പൊളിറ്റിക്കൽ അനിമലാണ്, അർത്ഥത്തിൽ പൊളിറ്റിക്കൽ ലൈഫുള്ള ആളുകളാണ്, സിറ്റിസണാണ് എന്നുള്ള ആശയമൊക്കെ വരുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആശയ പരിസരം രൂപപ്പെട്ടു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് മാർക്സ് കാണുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നിലവിൽ വന്നതാണ്. ഓക്കെ, ഈ സോവറീൻ മാൻ എന്ന് പറയുന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസ്കോഴ്സ് തന്നെ രൂപപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിസ്കോഴ്സുകൾ വരുന്നത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അന്നത്തെ ഇതിലൊക്കെ മനുഷ്യാവകാശവും പൗരാവകാശവും. ഓക്കെ, ഹ്യൂമൻ ആൻഡ് സിവിക് റൈറ്റ്സ് എന്നാണ്. ഓക്കെ, റൈറ്റ്സ് പൗരന്മാരുടെയും മനുഷ്യരുടെയും അവകാശങ്ങൾ എന്നാണ്. ഓക്കെ, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ എന്നാണ് ഈ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതിൽ 2-3 രേഖകൾ മാർക്സ് കോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 2-3 മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ ആ ടെക്സ്റ്റ് നോക്കുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷൻസ്. അപ്പോൾ അവിടെ രൂപപ്പെട്ടു വരുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. ഓക്കെ, ഒരു പുതിയ മനുഷ്യൻ ഇങ്ങനെ രൂപപ്പെട്ടു വരിക. ഞാൻ പറയാച്ചാൽ അത് ബർത്ത് ഓഫ് ദ ഹ്യൂമൻ. ഓക്കെ, ആധുനികതയിലുള്ള ഈ ബർത്ത് ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ജീനിയോളജിക്കൽ ആയിട്ടുള്ള എൻക്വയറിയാണ്. വീണ്ടും ഞാൻ ആ ജീനിയോളജി എന്നുള്ള വാക്ക്, കാരണം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഫൂക്കോക്ക് നടത്തിയിട്ടുള്ള ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്, എങ്ങനെയാണ് ഈ മനുഷ്യർ രൂപപ്പെട്ട് വരുന്നത്, അല്ലെ, ഒരു റീസെൻറ്റ് ഡിസ്കവറിയാണ് മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ മാർക്സ് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ്റെ ഘട്ടത്തിൽ സിവിൽ സൊസൈറ്റിയും പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയും എന്നുള്ള 2 ഇതുണ്ടാവുകയും മനുഷ്യർ ഒരേ സമയം ഉഭയജീവികളായിട്ട് മാറുകയും സിറ്റിസൻ്റെ ഒരു ജീവിതവും ഇൻഡിവിജ്വലിൻ്റെ ജീവിതവുമുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒന്നുണ്ടാവുന്നത്. ഈ അർത്ഥത്തിലുള്ളൊരു ഹ്യൂമൻ, അതായത് സോവറീൻ ആയിട്ടുള്ള മാൻ എന്നുള്ള അർത്ഥത്തിലുള്ളൊരു ഹ്യൂമൻ ഉണ്ടാവുന്നു. ഓക്കെ, അത് എങ്ങനെയാണ് അതുണ്ടാവുന്നതിൻ്റെ ഒരു ഇതെന്താന്നുള്ളത് ഞാനൊരു ഭാഗം ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. പേജ് 11 ഉള്ളത്. അതിൽ പറയുന്നൊരു ആശയം ഇതാണ്: ഹു ഈസ് HOMME എന്നുള്ളത് ഒരു ഫ്രഞ്ച് വാക്കാണ്. അത് ഹോമോ എന്നാണ് ലാറ്റിൻ, ഹ്യൂമൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അതാണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള ആശയത്തിൻ്റെ മാൻ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് വാക്കാണ് ഒമ്മ് എന്നാണ് അത് ഉച്ചരിക്കേണ്ടതെന്നാണ് പറയുന്നത്. HOMME. അപ്പോൾ മാർക്സിൻ്റെ ചോദ്യം അതാണ്, ഹു ഈസ് ഹോം? ഓക്കെ, ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം സിറ്റോയൻ എന്നാണ്. സിറ്റിസൺ അല്ല, സിറ്റോയൻ എന്നാണ് അവിടെ, നിങ്ങളതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചോദ്യം മാർക്സ് ചോദിക്കുന്നത്, ഹു ഈസ് ഹോം, അല്ലെങ്കിൽ ഹു ഈസ് ഹോമോ, അല്ലെങ്കിൽ ഹു ഈസ് ഹ്യൂമൻ. ഓക്കെ, ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം സിറ്റോയൻ, നൺ അതർ ദാൻ ദ മെമ്പർ ഓഫ് സിവിൽ സൊസൈറ്റി. അതിൻ്റെ ഉത്തരമാണ് സിവിൽ സൊസൈറ്റിയിലെ മെമ്പറാണ് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കോഴ്സിൽ നിങ്ങൾ കാണുന്ന ഹ്യൂമൻ എന്ന് പറയുന്നത്
ഓക്കെ, സിവിൽ സൊസൈറ്റിയിലെ മെമ്പറെയാണ്, ഇൻഡിവിജ്വലാണ് അല്ലേ. വൈ ഈസ് ദ മെമ്പർ ഓഫ് സിവിൽ സൊസൈറ്റി കോൾഡ് മാൻ? ഓക്കെ, സിംപ്ലി മാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് സിവിൽ സൊസൈറ്റിയിലെ ഈ മെമ്പറെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? മനുഷ്യൻ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ആർ ഹിസ് റൈറ്റ്സ് കോൾഡ് ദ റൈറ്റ്സ് ഓഫ് മാൻ? സിവിൽ സൊസൈറ്റിയിലെ ഈ ആളുടെ അവകാശങ്ങളെ നിങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന് എങ്ങനെ വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, മനുഷ്യൻ എന്നുള്ള വാക്കിന് ഒരു പുതിയ അർത്ഥം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് മാർക്സ് അവിടെ അന്വേഷിക്കുന്നത്. അപ്പം ഞാനിതിനെ പറയുന്നത്, അപ്പം മാർക്സ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? മാർക്സ് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്: നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുന്നത്, ഓക്കെ, ഈ കാലഘട്ടത്തിൽ ശേഷം അതിൻ്റെ ജീനിയോളജി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ നടന്നു കഴിഞ്ഞാൽ സെക്യുലറൈസ് ചെയ്യപ്പെട്ട ഭരണകൂടങ്ങൾ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ട ഒന്നാണ് സിവിൽ സൊസൈറ്റി. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി അല്ലേ. അവിടെയാണ് അവിടെ ആരാളുള്ളത്? അവിടെ ഇൻഡിവിജ്വൽസാണ്, അവിടെ സിറ്റിസൺ അല്ല, അവിടെ ഇൻഡിവിജ്വൽസാണുള്ളത്. നിങ്ങൾക്കൊക്കെ ഈ ജാതി മതമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഇടപാടുകളും ഉണ്ട്. ആ ഇൻഡിവിജ്വലാണ് മനുഷ്യനായിട്ട് മാറുന്നതെന്നാണ് മാർക്സിൻ്റെ വാദം. ഓക്കെ, ആ ഇൻഡിവിജ്വലിനെയാണ് നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ആ ഇൻഡിവിജ്വലിൻ്റെ സ്വഭാവത്തെയാണ് നിങ്ങൾ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ഇൻഡിവിജ്വലിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ ഈ മനുഷ്യാവകാശങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ഈ സിവിൽ സൊസൈറ്റിയിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? എഗെയിൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വലിയ ലോഡഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. ഇൻഡിവിജ്വേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടത്. ഞാനും നിങ്ങളും തമ്മിൽ വേർതിരിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു മാർക്കറ്റ് റിലേഷൻ ഉള്ളതുപോലെ കച്ചവട ബന്ധം ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും വ്യത്യസ്തരായിട്ട് അപ്പുറത്തും നിൽക്കുകയാണ്. ഞാൻ ഓക്കെ ഒരു സോവറീൻ മാനാണ്, എനിക്ക് എന്നെ ഭരിക്കാനറിയാം, നിങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാനും അറിയാം. ഓക്കെ, അങ്ങനെ തുല്യ പരമാധികാരമുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഇടപാടുകളാണ് സിവിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഇടപാടുകൾ മുഴുവൻ. ഓക്കെ, ഈ പരമാധികാരമുള്ള മാനാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ള വാക്കിൽ തന്നെ ഈ ഇൻഡിവിജ്വേഷൻ എന്നുള്ളതുണ്ട്, വേർതിരിയിലുണ്ട്. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ ആണ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, മാർക്സ് അതിന് കാണുന്നൊരു അർത്ഥം ഇതാണ്: ആ മനുഷ്യൻ സത്യത്തിൽ ജനിച്ചത് സിവിൽ സൊസൈറ്റിയുടെ ഉള്ളിലാണ്. നമ്മളിന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചത് സിവിൽ സൊസൈറ്റിയുടെ ഉള്ളിലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അയാളുടെ ജനനം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇവൻ്റാണ്, നാച്ചുറൽ ഇവൻ്റ് അല്ല. പ്രകൃതിയാൽ ഉണ്ടായ ഒരു ജീവിയല്ല മനുഷ്യൻ, ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അകത്തുണ്ടായൊരു ജീവിയാണ്. അതിനുള്ളിലാണ് അതിൻ്റെ ജനനം. അതിൻ്റെ ആ ബർത്ത് എന്ന് പറയുന്ന ഒരു ഇവൻ്റാവുന്നത്. ആ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇവൻ്റാണ്, അതൊരു നാച്ചുറൽ ഇവൻ്റ് അല്ല. ഓക്കെ, ആ സോഷ്യൽ ഇവൻറ്റിനെ നാച്ചുറലൈസ് ചെയ്യുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കോഴ്സസ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞ സാധനം? സമൂഹത്തിനുള്ളിൽ ജനിച്ച ഒരാളുടെ അവകാശങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള അവകാശങ്ങളായിട്ട് മാറുക. നാച്ചുറൽ ആയിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രിസ്ക്രിപ്റ്റബിൾ ആയിട്ടുള്ള അവകാശങ്ങൾ എന്നാണ് ഡിക്ലറേഷനിൽ ഉപയോഗിക്കുന്ന വാക്ക്. ആരും കൊടുക്കുന്ന അവകാശങ്ങളല്ല, അതിന് ജന്മനായുള്ള അവകാശം, ജന്മാവകാശം നമ്മൾ പറയും. പ്രകൃത്യാലുള്ള അവകാശം, സ്വാഭാവികമായ അവകാശം, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം. ആരും അതിന് കൊടുക്കുന്നതല്ല, സ്റ്റേറ്റ് അതിന് കൊടുക്കുന്നതല്ല. ഇപ്പോൾ വോട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അതിന് കൊടുക്കുന്ന അവകാശം, സിവിക് റൈറ്റാണ് അല്ലേ. എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭരണകൂടം നിങ്ങൾക്ക് തരുന്ന അവകാശമാണ്. നേരെ മറിച്ച് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നല്ല, നിങ്ങൾക്ക് നാച്ചുറലി ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. സങ്കല്പമാണ് ഈ പറയുന്നത്. ഈ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്ന ആശയം തന്നെ അതാണ്. വാട്ട് ഈസ് ആക്ച്വലി നാച്ചുറൽ അബൌട്ട് നാച്ചുറൽ റൈറ്റ്സ് എന്നുള്ളതാണ് മാർക്സിൻ്റെ ചോദ്യം. ഈ നാച്ചുറൽ റൈറ്റ്സിൽ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളത് എന്നാണ്. കാരണം അതിൽ നിങ്ങൾ പ്രീസപ്പോസ് ചെയ്യുന്ന മനുഷ്യൻ നാച്ചുറൽ അല്ല, അതൊരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉള്ളിലുള്ള ഒരു മനുഷ്യനാണത്. അത് നാച്ചുറൽ ബീയിങ് അല്ല, ഒരു സോഷ്യൽ ബീയിങ് ആണ്. കാരണം ആ മനുഷ്യൻ ജനിച്ചത്, ആ മനുഷ്യർക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നത് സിവിൽ സൊസൈറ്റിയിൽ മാത്രമാണ്. ഓക്കെ, ഒരു സോഷ്യൽ ഇവൻറ്റിനെ നാച്ചുറൽ ഇവൻ്റാക്കി മാറ്റാണ് ഈ മനുഷ്യാവകാശ രേഖകൾ മുഴുവൻ ചെയ്തതെന്നാണ് മാർക്സിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കോഴ്സിനെ ഇത്രയും ക്രിട്ടിക്കലായിട്ട് നോക്കുക എന്ന് പറയുന്നത് ഇന്ന് നമുക്കത് പരിചിതമാണ്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതിനെ പറ്റിയുള്ള വിമർശനങ്ങൾ ഒരുപാട് ലെഫ്റ്റ് തിങ്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, ആഗംബനെ പോലെയുള്ള ആളുകൾ, അന്നാ അറൻറ്റിനെ പോലുള്ളവരൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതിനെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു അതിനെ കണ്ടസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആശയമായിട്ട് മാറുന്നുണ്ട്, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. പക്ഷേ മാർക്സ് ഈ രേഖയിൽ വളരെ കൃത്യമായി, വളരെ ക്ലിയറായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്: മനുഷ്യാവകാശ പ്രശ്നങ്ങളിലെ രേഖകളിൽ നിങ്ങൾ ഏത് മനുഷ്യനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ആ മനുഷ്യൻ എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടായ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജനനം എന്ന് പറയുന്നത് സോഷ്യൽ ഇവൻ്റാണ്, നാച്ചുറൽ ഇവൻ്റ് അല്ല. ആ മനുഷ്യൻ്റെ അവകാശങ്ങളെ നിങ്ങൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ നാച്ചുറലൈസ് ചെയ്യാണ്. നിങ്ങൾ ഒരു സമൂഹം ഉണ്ടാക്കിയ മനുഷ്യൻ നാച്ചുറലി ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ആണെന്ന് നമ്മൾ ധരിക്കുകയാണ്. മനസ്സിലായില്ലേ? ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഇൻഡിവിജ്വൽസ് ഇല്ല. ഓക്കെ, അതൊരു സോഷ്യൽ സിസ്റ്റത്തിനുള്ളിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നുള്ളൂ. ഒരു പ്രത്യേക റിലേഷൻസിൻ്റെ ഉള്ളിൽ മാത്രമേ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പം തിസിസ് ഓൺ ഫയർ ബാഗിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. ഒരു റിലേഷൻ്റെ ഉള്ളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേക റിലേഷൻസിൻ്റെ ഒരു പ്രവിശ്യയാണ്, എന്നൊരു മണ്ഡലമാണ്. അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഇൻഡിവിജ്വൽ ആവുന്നുള്ളൂ. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കോഴ്സസ് ചെയ്ത് ഇൻഡിവിജ്വലിനെ ഹ്യൂമനായിട്ട് കാണും, നാച്ചുറൽ ഹ്യൂമനായിട്ട് കാണും. ഓക്കെ, എന്നിട്ട് എന്താ മാർക്സ് ചെയ്യുന്നത്? ഈ ഏറ്റവും പ്രധാനപ്പെട്ട 4 മനുഷ്യാവകാശങ്ങളെ എടുക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് മുഴുവൻ അതാണ്, 4 എണ്ണം: ലിബർട്ടി, ഇക്വാലിറ്റി, പ്രൈവറ്റ് പ്രോപ്പർട്ടി, സെക്യൂരിറ്റി. ഇതാണ് പ്രധാനപ്പെട്ട 4 ഇംപ്രിസ്ക്രിപ്റ്റബിൾ ആയിട്ടുള്ള 4 അവകാശങ്ങളായിട്ട് മാർക്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1793 മനുഷ്യാവകാശ രേഖയായിട്ട് മാർക്സ് എടുക്കുന്നത് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. പൗരന്മാരുടെയും മനുഷ്യരുടെയും അവകാശങ്ങളെപ്പറ്റി അതിനുള്ള ഡിക്ലറേഷനാണ്, പ്രഖ്യാപനമാണ്. ഈ 1793 എന്ന് പറയുന്നത് അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷേ അത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. ഓക്കെ, അവിടെയാണ് ആദ്യമായിട്ട് ഈ ഒരു ഇത് വരുന്നത്. മാർക്സ് കോട്ട് ചെയ്യുന്നത് അതിൽ നിന്നാണ്. അതിൽ ആർട്ടിക്കിൾ 6 ആണ് ആർട്ടിക്കിൾ 2 ആണ് മാർക്സ് കോട്ട് ചെയ്യുന്നത്. ദ റൈറ്റ്സ്, ഈ പറഞ്ഞ റൈറ്റ്സ് ബ്രാക്കറ്റിൽ ദ നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ്, ആരും ചാർത്തിക്കൊടുക്കുന്ന അവകാശങ്ങളല്ല, നേരത്തെ നാച്ചുറൽ ആയിട്ടുള്ള അവകാശങ്ങൾ. ആർ ഇക്വാലിറ്റി, ലിബർട്ടി, സെക്യൂരിറ്റി, പ്രോപ്പർട്ടി. ഈ 4 അവകാശങ്ങളാണ് മനുഷ്യർക്ക് ജന്മസിദ്ധമായ അവകാശങ്ങളാണ്. ബൈ ബർത്ത്, സ്റ്റേറ്റ് കൊടുക്കുന്നതല്ല, ജന്മനാൽ നിങ്ങൾക്ക് കിട്ടുന്ന. ആ ജന്മം എന്താണ്? ഓക്കെ, മാർക്സിൻ്റെ ചോദ്യമാണ്, ആ ജന്മം എന്താണ്? നിങ്ങൾ ജന്മനാൽ കിട്ടുന്ന അവകാശം. എവിടെ ജനിക്കണം? പ്രകൃതിയിൽ ജനിച്ചതല്ല അത്. ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഉള്ളിലുള്ള ജനനമാണത്. അതൊരു സോഷ്യൽ ഇവൻ്റാണ്. അത് നാച്ചുറൽ ഇവൻ്റായിട്ട് കാണുകയാണ് മനുഷ്യാവകാശ ഇത് ചെയ്തത്, ഡിസ്കോഴ്സുകൾ ചെയ്തത്. ഓക്കെ, അപ്പം അർത്ഥം എന്തായി? ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വത്തിനുള്ള അവകാശമുണ്ട്. ഓക്കെ, ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീഡത്തിനുള്ള അവകാശമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇക്വാലിറ്റിക്കുള്ള അവകാശമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റിക്കുള്ള അവകാശമുണ്ട്. ഓക്കെ, ഈ അവകാശങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? ശരിക്കും സിവിൽ സൊസൈറ്റിയിലുള്ള മനുഷ്യനാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്നിട്ട് ഈ 4 ആശയങ്ങളെ മാർക്സ് പരിശോധിക്കുകയാണ്. എന്താ ഈ 4 ആശയങ്ങൾ? ഒന്ന്, ആദ്യത്തേത് ലിബർട്ടി. എന്താ ലിബർട്ടി എന്ന് പറഞ്ഞാൽ? ലിബർട്ടി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ പൊതുവെ പറയുക. ഫ്രീഡം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ചെറിയ വ്യത്യാസമുണ്ട്. ഫ്രീഡം എന്ന് പറയുന്നതും രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രീഡത്തിനെയാണ് ലിബർട്ടി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഇൻ എ സോഷ്യൽ സിസ്റ്റം, ഇതിനെയാണ് ലിബർട്ടി എന്ന് പറയുക. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീഡം ഫ്രം, അല്ലേ, കൺസ്ട്രെയിൻസ് എന്നുള്ള ഇതിനെയാണ് ഫ്രീഡം എന്ന് പറയുക. രണ്ട് സങ്കല്പങ്ങൾ ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ലിബർട്ടി ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 6 പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഡിക്ലറേഷനിൽ പറയുന്ന ആർട്ടിക്കിൾ 6 ലിബർട്ടി ഈസ് ദ പവർ വിച്ച് മാൻ ഹാസ് ടു ഡു എവ്രിതിങ് ദാറ്റ് ഡസ് നോട്ട് ഹാം ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. നമുക്കറിയാവുന്നൊരു കാര്യം, എന്തും ചെയ്യാനുള്ള അവകാശമാണത്. പ്രൊവൈഡഡ് നിങ്ങൾ എന്തും ചെയ്യുമ്പോൾ മറ്റൊരാളുടെ
ഓക്കെ, മൂക്കിൻ്റെ തുമ്പിൽ അവസാനിക്കുക എന്നുള്ളതാണ് അല്ലേ സാധാരണ പറയാം. മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അതുണ്ട്. അതാണ് ലിബർട്ടി എന്ന് പറയുന്ന ആശയം. ഓക്കെ, എനിക്ക് ലിബർട്ടി ഉണ്ട്, നിങ്ങൾക്ക് ലിബർട്ടി ഉണ്ട്. എൻ്റെ ലിബർട്ടി നിങ്ങളുടെ ലിബർട്ടിയെ ഹനിക്കരുത്, കടന്നു കയറാത്ത രീതിയിൽ എന്തും ചെയ്യാൻ ഓരോരുത്തർക്കും. അതാണ് സോവറിൻ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പരമാധികാരമാണ് ലിബർട്ടി എന്ന് പറയുന്ന ആശയം. അതിൽ തന്നെ വീണ്ടും ലിബർട്ടിയെ പറ്റിയുള്ള ഈ ഭരണഘടനകളിലും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലും എങ്ങനെയാണ് ലിബർട്ടിയെ കാണുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മാർക്സ് പറയുന്നുണ്ട്. ലിബർട്ടി കൺസിസ്റ്റ് ഇൻ ബീയിങ് ഏബിൾ ടു ഡു എവറിത്തിങ് വിച്ച് ഡസ് നോട്ട് ഹാം അതേഴ്സ് എന്നാണ് പൊതുവെ പറയുന്നത്. മാർക്സ് അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഭയങ്കര രസമായിട്ട്. മാർക്സ് പറയുന്നത് ഓക്കെ, ഇതാണ് ലിബർട്ടി, ഇതൊരു നാച്ചുറൽ റൈറ്റാണ്, ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുണ്ട് എന്നാണല്ലോ ഈ പറഞ്ഞ ആശയം. എന്താണ് വാസ്തവത്തിൽ ലിബർട്ടി? പേജ് 12 മൂന്നാമത്തെ ആ ഡിക്ലറേഷന് തൊട്ട് താഴെയുള്ള മാർക്സിൻ്റെ അനാലിസിസ്, ലിബർട്ടി therefore is the right to do everything that harms no one else. The limits within which anyone can act without harming someone else are defined by law, just as the boundary between two fields is determined by a boundary post. Okay, it is a question of the liberty of man as an isolated monad withdrawn into himself. ഇതാണ് മാർക്സ് അതിന് കൊടുക്കുന്ന അനാലിസിസ്. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ? എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യവും തമ്മിൽ ഇടയരുത്. ഓക്കെ, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും തുല്യ അകലത്തിൽ നിൽക്കണം. ഓക്കെ, ഈ അകലം ബൗണ്ടറി, ഇപ്പോൾ ഒരു രണ്ട് ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഒരു ബൗണ്ടറി പോസ്റ്റ് ഉള്ള പോലെ, അതാണ് ഉദാഹരണം കൊടുക്കുന്നത്. ഒരു ബൗണ്ടറി പോസ്റ്റാണ് രണ്ട് ഫീൽഡ് തമ്മിലുള്ള, ഓക്കെ, തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി പോസ്റ്റ് പോലെയാണ് ഇവിടെ ലോ. ഓക്കെ, ഞാനും നിങ്ങളും തമ്മിലുള്ള അകലത്തെ നിർണ്ണയിക്കുന്നത്, അതിർത്തിയെ നിർണ്ണയിക്കുന്നത് നിയമമാണ്. എനിക്ക് എന്തും ചെയ്യാം, ഓക്കെ, പക്ഷേ നിയമം ആണ് എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സത്യത്തിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും മറ്റൊരാളും തമ്മിലുള്ള അകലത്തെയാണ് ലിബർട്ടി എന്ന് പറയുന്ന ആശയം സൂചിപ്പിക്കുന്നത്, അടുപ്പത്തെ അല്ല. ഓക്കെ, മനുഷ്യർ തമ്മിലുള്ള അസോസിയേഷൻ്റെ എക്സ്പ്രഷനല്ല ഫ്രീഡം, മനുഷ്യർ തമ്മിലുള്ള സെപ്പറേഷൻ്റെ എക്സ്പ്രഷനാണ് ഫ്രീഡം, ലിബർട്ടി എന്നതാണ് മാർക്സ് പറയുന്നൊരു കാര്യം. അതായത് മാർക്സ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദ റൈറ്റ് ഓഫ് മാൻ ടു ലിബർട്ടി ഈസ് ബേസ്ഡ് നോട്ട് ഓൺ ദ അസോസിയേഷൻ ഓഫ് മാൻ വിത്ത് മാൻ ബട്ട് ഓൺ ദ സെപ്പറേഷൻ ഓഫ് മാൻ ഫ്രം മാൻ. മനുഷ്യർ തമ്മിലുള്ള അസോസിയേഷൻ്റെ എക്സ്പ്രഷൻ അല്ല ലിബർട്ടി, മനുഷ്യർ തമ്മിലുള്ള നിയമപരമായ ഓക്കെ വേർതിരിവിൻ്റെ ഓക്കെ സെപ്പറേഷൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഫ്രീഡം. ആധുനിക ബൂർഷ്വാ ഫ്രീഡം എന്ന് പറയുന്നത് ഓക്കെ മനുഷ്യർ തമ്മിൽ തുല്യ അകലത്തിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് ആ ഫ്രീഡത്തിൻ്റെ അർത്ഥം. അപ്പം മാർക്സ് സത്യത്തിൽ കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്നുള്ളത് തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്യാം. എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ? ഓക്കെ, ഈ ലിബർട്ടിയുടെ മുകളിലാണ് ആധുനിക ജനാധിപത്യ സമ്പ്രദായങ്ങളും ഭരണഘടനയും മനുഷ്യാവകാശ സങ്കല്പങ്ങളും ഒക്കെ നിൽക്കുന്നത് ഈ മനുഷ്യനെ പറ്റി. ആ മനുഷ്യൻ എന്താണ്? ഒരു ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം ദ അതർ. ഓക്കെ, ഞാനും മറ്റൊരാളും തമ്മിൽ തുല്യ അകലത്തിൽ മാറി നിൽക്കുന്ന ഒന്നാണ് ഈ മനുഷ്യൻ. നിങ്ങൾ ഈ നാച്ചുറൽ എന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യൻ ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിനുള്ളിൽ വന്ന ഇൻഡിവിജ്വലാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു രീതിയാണ് ലിബർട്ടി എന്ന് പറയുന്നത്. കാരണം അത് മാറി അങ്ങനെ ജീവിക്കാൻ പറ്റും അതിന്. ഓക്കെ, അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികതയെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നായിട്ട് മാറ്റുക ചെയ്യുന്നത് എന്നുള്ളതാണ് മാർക്സിൻ്റെ വാദം. അപ്പോൾ ഇതാണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അർത്ഥം. പിന്നെ രണ്ടാമത്തെ അടുത്ത് ഓരോന്നും പരിശോധിക്കുന്നുണ്ട്, അത് പിന്നെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇതായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. നിങ്ങൾക്ക് പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എന്ത് റൈറ്റാണ്? ജന്മാവകാശമാണ്. നിങ്ങൾ ജനിക്കുമ്പോഴേ അങ്ങനെ റൈറ്റ് ഉണ്ടെന്നാണ് മാർക്സ് അതിൻ്റെ അബ്സൈഡിറ്റി ചെയ്യാൻ നോക്കുന്നത്. എങ്ങനെ മനുഷ്യർ ജനിക്കുമ്പോൾ പ്രോപ്പർട്ടിയുടെ മുകളിൽ അവകാശം ഉണ്ടാവുക? ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ അവകാശമുള്ള നാച്ചുറൽ റൈറ്റുള്ള എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയിലെ മെമ്പറാണ്. ഓക്കെ, അതിനെ നാച്ചുറൽ റൈറ്റ് ആയിട്ട് കാണുക. നാച്ചുറലൈസിങ് ദ ഹ്യൂമൻ വിച്ച് ഈസ് ആക്ച്വലി എ സോഷ്യൽ ആനിമൽ അല്ലേ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് ദാറ്റ് which every citizen has of enjoying and of disposing at his discretion of his goods and income of the fruits of his labor and industry. ഇതാണ്
ഭരണഘടന റൈറ്റ് ടു പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന നിർവചനം. അതാണ് മാർക്സ് അവിടെ കോട്ട് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 16 എന്നാണ് കോട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ 1793 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് മാർക്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഞാൻ മുഴുവനിലേക്ക് പോകുന്നില്ലേ. ദ റൈറ്റ് ഓഫ് മാൻ ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, റൈറ്റ് ഓഫ് ലിബർട്ടി എന്താണെന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ദ റൈറ്റ് ഓഫ് മാൻ ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് therefore the right to enjoy one's property and to dispose of it at one's own discretion without regard to other men, independently of society. The right of self-interest. Okay, individual liberty and its application form the basis of civil society. It makes every man see in other man not the realization of his freedom but the barrier to it. Okay, അപ്പോൾ എനിക്കുള്ള സ്വത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലെ അനുഭവിക്കാനും ഇഷ്ടമുള്ളവർക്ക് വിൽക്കാനും ഒക്കെയുള്ള അവകാശം എനിക്കുണ്ടെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് മറ്റൊരാളുടെ കൺസേൺ, മറ്റൊരാളുടെ എങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്നോ മറ്റൊരാളുടെ ജീവിതത്തിൽ അത് എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. കാരണം അത് എൻ്റെ റൈറ്റാണ്, നാച്ചുറൽ റൈറ്റാണ്. അപ്പോൾ മാർക്സ് പറയുന്നത് ഇതെന്ത് തരത്തിലുള്ളൊരു എന്തൊരു അസംബന്ധമാണിത് എന്നാണ് മാർക്സിൻ്റെ ചോദ്യം. ഈ ചോദ്യമാണ് നമ്മൾ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്, മനുഷ്യരെ സ്റ്റുപ്പിഡാക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതെന്താണ് അവകാശമാണ്. അപ്പോൾ മാർക്സ് തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് മേക്സ് എവ്രി മാൻ സീ ഇൻ അതർ മെൻ നോട്ട് ദ റിയലൈസേഷൻ ഓഫ് ഹിസ് ഫ്രീഡം ബട്ട് ദ ബാരിയർ ടു ഇറ്റ്. എൻ്റെ ഫ്രീഡത്തിൻ്റെ റിയലൈസേഷൻ അല്ല എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ, മറ്റ് മനുഷ്യരെന്ന് പറയുന്നത് അതിൻ്റെ തടസ്സമാണ്, അല്ലേ? മറ്റൊരാളെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പ്രോപ്പർട്ടിയെ എപ്പോഴും വെട്ടിപ്പിടിക്കാവുന്ന, ഓക്കെ, എൻ്റെ ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുന്ന ഒരാളാണ് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ആൾ. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ റൈറ്റാണ്. ഓക്കെ, അതിന് സോഷ്യലായിട്ടുള്ള യാതൊരു ഡയമെൻഷനും ഇല്ല. അതിന് മറ്റു മനുഷ്യരായിട്ടുള്ള ബന്ധത്തിൽ ആകെയുള്ള ബന്ധം എന്താണ്? അയാളിൽ നിന്ന് ഞാൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടിയുടെ മുകളിൽ എനിക്കുള്ള റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ റൈറ്റാണ്. ആ ഈഗോയിസ്റ്റിക് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയിലുള്ള ഒരു സാധനമാണ്, അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ല. ഇതാണ് മാർക്സ് വാദിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് മാർക്സിൻ്റെ വാദം. മറ്റൊന്ന്, പിന്നെ ഇക്വാലിറ്റി എടുക്കുക. മാർക്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്, എല്ലാവരും ഈക്വൽ ആണെന്നുള്ളത്. പക്ഷേ ബൂർഷ്വാ ഇക്വാലിറ്റി, ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ ഉള്ളിലെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ മാർക്സ് തന്നെ പറയുന്നതാണ്, ഈച്ച് മാൻ ഈസ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ് റിഗാർഡഡ് ആസ് സച്ച് എ സെൽഫ് സഫിഷ്യൻറ്റ് മൊണാഡ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്സ് പറയുന്നത് എങ്ങനെയാണ്? ലിബറലായിട്ടുള്ള ലിബർട്ടിയുടെ ഒരു പ്രിസപ്പോസിഷനാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ലിബർട്ടിയുള്ള ആളുകളാണെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഈക്വലാണ്, അല്ലേ? ഞാനൊരു സെൽഫ് സഫിഷ്യൻ്റ് മൊണാഡാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാനൊരു സോവറിൻ ഇൻഡിവിജ്വലാണ്. ഇതേ ലിബർട്ടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ലിബർട്ടിയുള്ള രണ്ടാൾ തമ്മിലുള്ള റിലേഷനെയാണ് നിങ്ങൾ ഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനും മറ്റു മനുഷ്യരും തമ്മിൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സെൽഫിഷായിട്ട് ആളുകൾ തമ്മിൽ തുല്യമായി ഉള്ള രണ്ട് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ തുല്യതയുണ്ടെന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഓക്കെ, ഈ തുല്യത എന്നുള്ള അവകാശത്തിൻ്റെ മുകളിലാണ് നിങ്ങളുടെ ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ആശയവും ഒക്കെ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഓക്കെ, പിന്നെന്താ? പിന്നെ അടുത്തത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ്: സെക്യൂരിറ്റി കൺസിസ്റ്റ് ഇൻ ദ പ്രൊട്ടക്ഷൻ അഫോർഡഡ് ബൈ സൊസൈറ്റി to each of its members for the preservation of his person, his rights and his property. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്നുള്ള സുരക്ഷയാണ്. എൻ്റെ പ്രോപ്പർട്ടി മറ്റൊരാൾ എടുത്തു കൊണ്ടുപോകുന്നതിൽ നിന്ന് സ്റ്റേറ്റ് എന്നെ സംരക്ഷിക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എനിക്ക് റൈറ്റ് ടു സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് ഇയാളെന്ന് പറഞ്ഞത്? ഓക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ആളാണ്. മറ്റൊരാൾ അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അത് മോഷ്ടിക്കാതിരിക്കാൻ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം.
പോലീസാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം പോലീസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പോലീസ് നിങ്ങളുടെ അവകാശമായിട്ട് മാറുകയാണ്. ഓക്കെ, നിങ്ങളുടെ അവകാശമാണ് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്കുമ്പോൾ മാർക്സ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടുപേര് തമ്മിൽ പരസ്പരം വിരുദ്ധ ധ്രുവങ്ങൾ പരസ്പരം തുല്യ അകലത്തിൽ മാറി നിൽക്കുന്ന രണ്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ മറ്റൊരാളിൽ നിന്ന് അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന് പറയുന്നതിനെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മാർക്സ് പറയുന്ന ഈ 4 നമ്മൾ വലിയ അവകാശത്തെ പറ്റിയുള്ള വളരെ മനോഹരമായ ഉദാത്തമായ ഈ 4 സങ്കല്പങ്ങളുടെയും അർത്ഥം മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഉള്ളൂ. അതൊരു ഇൻഡിവിജ്വലിനെ പ്രീസപ്പോസ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഓക്കെ, അതിന് നാച്ചുറൽ എന്നുള്ളൊരു പരിവേഷം കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഡിസ്കോഴ്സ് മുഴുവൻ നിൽക്കുന്നതെന്നാണ് മാർക്സ് പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആശയമാണ് മാർക്സ് തന്നെ ഉപയോഗിക്കുന്നതാണ്. സെക്യൂരിറ്റി ഈസ് ദ ഹയസ്റ്റ് സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് സിവിൽ സൊസൈറ്റി. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് പോലീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് പോലീസ് എന്നാണ് അതിനെ വിളിക്കേണ്ടത് ശരിക്കും. അതായത് സിവിൽ സൊസൈറ്റി നിൽക്കുന്നത് തന്നെ പോലീസ് എന്നുള്ള സങ്കല്പത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് സെക്യൂരിറ്റി മാർക്സിൻ്റെ വാദം. മാത്രമല്ല ഒരു വാക്കുകൂടി, ഒരു സെൻറ്റൻസും കൂടി പറയുന്നുണ്ട്, വളരെ മനോഹരമാണ് ആ സെൻറ്റൻസസ്. ദ കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഡസ് നോട്ട് റേസ് സിവിൽ സൊസൈറ്റി എബോവ് ഇറ്റ്സ് ഈഗോയിസം. ഓൺ ദ കോൺട്രറി, സെക്യൂരിറ്റി ഈസ് ദ ഇൻഷുറൻസ് ഓഫ് ഈഗോയിസം എന്നാണ്. നിങ്ങളുടെ ഈഗോയിസത്തിൻ്റെ ഇൻഷുറൻസാണ് സെക്യൂരിറ്റി. ഏതാണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇൻഷുറൻസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ വെക്കുന്നത്. അതിനെ ഇൻഷുർ ചെയ്യാണ്. ഓക്കെ, അതിന് ഇൻഷുറൻസ് മാത്രമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഗതി. സത്യത്തിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് രൂപപ്പെട്ടത് തന്നെ സെക്യൂരിറ്റി എന്നുള്ള ആശയത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ അടിസ്ഥാനം തന്നെ സെക്യൂരിറ്റിയാണ് എന്നുള്ളതാണ് മാർക്സിൻ്റെ വാദം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഡ്യുവൽ ലൈഫ് എന്ന് പറയുന്ന സിവിൽ സൊസൈറ്റിയും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയും സിറ്റിസണും ഇൻഡിവിജ്വലും ഒക്കെ രൂപപ്പെടുന്ന ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിവിൽ സൊസൈറ്റിയിലെ മനുഷ്യരുടെ സ്വഭാവമാണ് മനുഷ്യാവകാശമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞ അർത്ഥം. ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, അത് കൺഫ്യൂസ് ചെയ്യരുത്. ഇതാണ് മാർക്സ് പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ മാത്രമാണ്. അതിലൂടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ നല്ലതായിരിക്കും. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ. ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഇതില്ല. പക്ഷേ ഇതിൻ്റെ ആശയം ഇതാണ്. ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിവിക് ലിബറേഷൻ, സിവിക് ഇമാൻസിപ്പേഷൻ അല്ല. ഓക്കെ, പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ അല്ല. എന്ന് വെച്ചാൽ മനുഷ്യർ അവരുടെ കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഇത് പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഈഗോയിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യർക്ക് പകരം നിങ്ങൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് തിരിച്ചെടുക്കുക. കമ്മ്യൂണിറ്റി സ്പീഷീസ് ലൈഫ് എന്നുള്ള വാക്ക് ഇതിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ നമ്മൾ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സിൽ സ്പീഷീസ് ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ സ്പീഷീസ് ലൈഫിൻ്റെ ഒരു റിയലൈസേഷന് മാത്രമാണ് മനുഷ്യവിമോചനം എന്ന് പറയുന്നത് സാധ്യമുള്ളൂ. അത് രാഷ്ട്രീയ വിമോചനം കൊണ്ട് നടക്കില്ല. വിപ്ലവം എന്നുള്ള സങ്കല്പമൊന്നും വരുന്നില്ല കേട്ടോ ഇവിടെ. അതൊക്കെ പിന്നീട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ആശയത്തിൽ നിന്നാണ് മാർക്സ് സത്യത്തിൽ കമ്മ്യൂണിസം എന്നുള്ള ഇതന്നെ എടുക്കുന്നത്. എന്താണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്? എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് സെൻസ് ഓഫ് ഷെയറിങ് ഉള്ള സമൂഹം. ഇതാണ്. ഓക്കെ, അത് ഈ അതിൻ്റെ എറ്റിമോളജിയും ഒക്കെ വെച്ചിട്ട് അതിനെ പറ്റിയുള്ള തിയറി കുറേ ഉണ്ട്. എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്? മുണസ് എന്നുള്ള വാക്ക്, കോം എന്നുള്ള വാക്ക്, ഇത് രണ്ടും ചേർന്നിട്ടാണ്. മുണസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നാണ് അർത്ഥം. ഗിഫ്റ്റ് ഷെയറിങ് എന്നാണ്. ഗിഫ്റ്റ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളതല്ല. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ റെഡിയാവുക. ഓക്കെ, മറ്റൊരാൾ അയാളെ തന്നെ പൊതുവായ ഒന്നിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവാൻ, ഗിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവാം. ഓക്കെ, ഈഗോയിസ്റ്റ് അല്ലാത്ത മനുഷ്യരുണ്ടാവുക. ഓക്കെ, ഞാൻ എന്നെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് കമ്മ്യൂൺ എന്ന് പറയുന്ന, ഇതാണ് മനുഷ്യരുടെ സ്പീഷീസ് ലൈഫ് എന്നാണ് മാർക്സിൻ്റെ വാദം. ഓക്കെ, ഈ സ്പീഷീസ് ലൈഫിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ, സിവിൽ സൊസൈറ്റിയിൽ കാണുന്ന ഇൻഡിവിജ്വൽ എന്നാണ്. അതിൻ്റെ റൈറ്റ്സിനെയാണ് നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ മനുഷ്യനല്ല ശരിക്കുള്ള മനുഷ്യൻ. അതുകൊണ്ട് ആളുകളുടെ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ അല്ല. ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സങ്കല്പമാണെന്നാണ് മാർക്സിൻ്റെ വാദം. അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും ഇതേ രണ്ട് വാക്ക് തമ്മിൽ ചേർന്നിട്ടുള്ള സംഗതി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ സ്പീഷീസ് ലൈഫിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാർക്സ് അത് ഈ പ്രബന്ധം അവസാനിപ്പിക്കുന്ന അവസാനത്തെ സെൻറ്റൻസ് നോക്കിയാൽ അത് മനസ്സിലാവും. ഓൺലി വെൻ ദ റിയൽ ഇൻഡിവിജ്വൽ മാൻ റീഅബ്സോർബ്സ് ഇൻ ഹിംസെൽഫ് the abstract citizen, and as an individual human being has become a species being in his everyday life. Okay, പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഇട്ടിട്ട് ഓൺലി ദെൻ വിൽ ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ ഹാവ് ബീൻ അക്കംപ്ലിഷ്ഡ്. എപ്പോഴാണോ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിലേക്കുള്ള മനുഷ്യരുടെ ഒരു തിരിച്ചുപോക്കല്ല, ശരിക്കും അതിനെ റിട്രീവ് ചെയ്യലല്ല, അതിനെ റിയലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്നുള്ളത് സാധ്യമുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിൻ്റെ ഒരു എന്താ പറയുക കരട് രൂപം ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പ്രബന്ധത്തിൽ കാണാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ പുതിയ ഒരു തിയറിയുടെ ടൂൾസ് ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ മ്യൂണിസ് എന്ന് പറയുന്നതിനെ പ്രോഹിബിറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മുകളിൽ വിലക്ക് ഏർപ്പെടുത്തലാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ എസ്പോസിറ്റോ ഒക്കെ പറയുന്ന ഒരു കാര്യം കമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂണിസിന് എന്ന് പറഞ്ഞാൽ പ്രോഹിബിഷനാണ്, പരസ്പരമുള്ള ഷെയറിങ്. കമ്മ്യൂണിറ്റി ലൈഫിനെ പ്രോഹിബിറ്റ് ചെയ്യലാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പരസ്പര അകലത്തിൽ നിൽക്കുക. ഓക്കെ, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക എനിക്ക് എന്നുള്ളതാണ്. ഓക്കെ, സെക്യൂരിറ്റി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം, അല്ലേ? ഓരോ ഇൻഡിവിജ്വലും സെക്യൂർ ആവുക എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ എന്നെ കയറി പിന്നെ ഷെയർ ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ അവിടെ ഞാനും ഇവിടെ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവിടെയും ഇവിടെ നിന്നുള്ള ഇടപാട് മതി, ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ടുള്ള ഇടപാട് മതി. ഇതാണ് ഇമ്മ്യൂണിറ്റേറിയൻ ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ സത്യത്തിൽ ഈ ബൂർഷ്വാ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിറ്റിയുടെ സിസ്റ്റമാണ്. കമ്മ്യൂണിറ്റിയെ പ്രോഹിബിറ്റ് ചെയ്ത് ഉണ്ടാവുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മനുഷ്യരെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുക, അവർ ലിബറലാണ്, അവർക്ക് ലിബർട്ടി ഉണ്ട്, അവർക്ക് ഇക്വാലിറ്റി, മനുഷ്യർ തമ്മിൽ ഇക്വാലിറ്റി ഉണ്ട്, അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഇമ്മ്യൂണിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് വാസ്തവത്തിൽ സിവിൽ സൊസൈറ്റി നിൽക്കുന്നത്. ആ സിവിൽ സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ആളുകളുടെ സ്വഭാവത്തെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വാഴ്ത്തുന്നത് ആണ്. ഇതിനെ ക്രിട്ടിക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ്